നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് മൂവ് ചെയ്യാം. നമ്മൾ ഇന്നലെ യൂണിറ്റ് 2 ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. യൂണിറ്റ് 2 എന്താ പറഞ്ഞ ലാസ്റ്റ് ക്ലൗഡ് ബേസ്ഡ് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ 1 ടയറും 2 ടയറും 3 ടയറും പറഞ്ഞു. അതിനുശേഷം ക്ലൗഡ് ബേസ്ഡ് ആർക്കിടെക്ചറും പറഞ്ഞു. നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ട 2.3 കമ്പോണൻസ് ഓഫ് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. എന്തൊക്കെയാണ് ഒരു ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിന്റെ കമ്പോണന്റ്? അപ്പൊ ആർക്കിടെക്ചർ നമ്മളിപ്പോൾ 1 ടയർ 2 ടയർ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പറയുന്നത് കമ്പോണൻസ് ആണ്. കമ്പോണൻസ് പറയുമ്പോൾ മെയിൻ ആയിട്ടും ഒരു ഡാറ്റ വെയർഹൗസ് ഡിസൈൻ ചെയ്തിരിക്കുന്ന മെയിൻ ആയിട്ടും 6 കമ്പോണൻസ് ആയിട്ട് 6 മെയിൻ കമ്പോണൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഡാറ്റ വെയർഹൗസ് ഡാറ്റാബേസ്, ETL, മെറ്റാ ഡാറ്റ, ഡാറ്റ വെയർഹൗസ് ആക്സസ് ടൂൾസ്, ഡാറ്റ വെയർഹൗസ് ബസ്, ഡാറ്റ വെയർഹൗസ് റിപ്പോർട്ടിംഗ് ലെയർ. അങ്ങനെ 6 കമ്പോണൻസുകളാണ് ഇതിനകത്തുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് കമ്പോണന്റോട്ട് മൂവ് ചെയ്യാം. ഡാറ്റ വെയർഹൗസ് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാല് ഒരു ഡാറ്റ വെയർഹൗസിലെ ഡാറ്റാബേസ്. ദി സെൻട്രൽ കമ്പോണന്റ് ഓഫ് എ ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ ഇസ് എ ഡാറ്റ വെയർഹൗസ് ഡാറ്റാബേസ്. ഒരു ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിന്റെ മെയിൻ കമ്പോണന്റ് എന്ന് പറയുന്നത് ഡാറ്റ വെയർഹൗസ് ഡാറ്റാബേസ് ആണ്. ദാറ്റ് സ്റ്റോർസ് ഓൾ എന്റർപ്രൈസസ് ഡാറ്റ ആൻഡ് മേക്സ് ഇറ്റ് മാനേജബിൾ ഫോർ റിപ്പോർട്ടിംഗ്. അതായത് ആ ഒരു ഡാറ്റാബേസ് ആണ് എല്ലാ ഡേറ്റയും, ഒരു എന്റർപ്രൈസിലുള്ള എല്ലാ ഡേറ്റയും നോക്കി മാനേജ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ഒബിവിയസ്ലി ദിസ് മീൻസ് യു നീഡ് ടു ചൂസ് വിച്ച് കൈൻഡ് ഓഫ് ഡാറ്റാബേസ് യു വിൽ സ്റ്റോർ ടു ഡേറ്റ ഇൻ യുവർ. അതായത് അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ഏത് തരത്തിലുള്ള ഡാറ്റാബേസ് ആണ് ചൂസ് ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്ക് അതിനകത്ത്, അതായത് ഇതിന് ഏത് തരത്തിലുള്ള ഡാറ്റാബേസ് പറഞ്ഞാൽ ഇവിടെ ആകെ 6 ഡാറ്റാബേസ് പറയുന്നുണ്ട്. ദി ഫോളോയിങ് ആർ 4 ഡാറ്റാബേസ് ടൈപ്സ്. ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ടിപ്പിക്കൽ റിലേഷണൽ ഡാറ്റാബേസ്, പിന്നെ സെക്കൻഡ് വൺ അനലിറ്റിക്കൽ ഡാറ്റാബേസ്, മൂന്നാമത്തേതെന്ന് പറയുന്നത് ഈ SAP, HANA, ഒറാക്കിൾ പോലുള്ള ഡാറ്റാബേസുകൾ, നാലാമത്തേത് ക്ലൗഡ് ബേസ്ഡ് ഡാറ്റാബേസസ്. നമുക്കറിയാം ഇന്നത്തെ കൺസെപ്റ്റിലെല്ലാം 90% എന്റർപ്രൈസും വർക്ക് ചെയ്യുന്നത് ക്ലൗഡ് ബേസ്ഡ് എൻവയോൺമെന്റിലാണ് നമുക്കിന്ന് അറിയാം. അപ്പം നമ്മളൊരു ഇത് തുടങ്ങുവാണെങ്കിൽ നമ്മൾ ഏത് തരത്തിലുള്ള ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ ആദ്യമേ പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്തിരുന്നത് റിലേഷണൽ ഡാറ്റാബേസ് ആയിരുന്നു, RDBMS. The typical relational database are row-centered databases used on every day basis. അതായത് നമ്മൾ ഓരോ ഡേയിലും എൻട്രി ചെയ്ത് അങ്ങനെ കൊടുത്ത ഒരു RDBMS കൺസെപ്റ്റ് നിങ്ങൾ MCAക്ക് BCAക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. അതായത് SQL ഒക്കെ ചെയ്തിട്ടുള്ളതല്ലേ, സ്ട്രക്ചേർഡ് ക്വറി ലാംഗ്വേജ്, ഒറാക്കിള്, സാപ്പ്, അതൊക്കെയാണ് ഏത് റിലേഷണൽ ഡാറ്റാബേസിന് എക്സാമ്പിൾ. പിന്നെ സെക്കൻഡ് വൺ പറയുന്നത് ഡാറ്റ വെയർഹൗസ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് അനലിറ്റിക്സ് ഡാറ്റാബേസസ് ആകാം. Are precisely developed for data storage to sustain and maintain analytics such as Teradata and Greenplum. അതായത് ആ ഡേറ്റ എന്ത് വെച്ചാൽ അത് അനലിറ്റിക്കൽ ഡാറ്റാബേസിന് എക്സാമ്പിൾസ് അതൊക്കെ. അതായത് ഡാറ്റ സ്റ്റോറേജ് ടു സസ്റ്റെയിൻ ആൻഡ് മാനേജ് അനലിറ്റിക്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന അനദർ ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് ആണ് അനലിറ്റിക്സ് ഡാറ്റാബേസ്. അതായത് സ്റ്റോർസ് ആൻഡ് മാനേജ് ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ ഫോർ അനലിറ്റിക്സ് റിപ്പോർട്ട്സിന് വേണ്ടി ലാർജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനും മാനേജ് ചെയ്യാനും അനലിറ്റിക്സ് ഡാറ്റാബേസിന് പറ്റും. ഇനി തേർഡ് വൺ പറയുന്നത് ഇപ്പം SAP, HANA, ഒറാക്കിൾ, എക്സാഡാറ്റ, IBM നെറ്റ്സി ഒക്കെയാണ് ഒരു തേർഡ് ടൈപ്പ് ഓഫ് ഡാറ്റാബേസ് പറയുന്നത്. അതായത് ഡാറ്റ വെയർഹൗസ് ആപ്ലിക്കേഷൻസ് ആർ നോട്ട് എക്സാക്ട്ലി എ കൈൻഡ് ഓഫ് സ്റ്റോറേജ് ഡാറ്റാബേസ് ബട്ട് സെവറൽ ഡീലേഴ്സ് നൗ ഓഫർ ആപ്ലിക്കേഷൻസ് ദാറ്റ് ഓഫർ സോഫ്റ്റ്വെയർ ഫോർ ഡാറ്റ മാനേജ്മെന്റ് ആസ് വെൽ ആസ് ഹാർഡ്വെയർ ഫോർ സ്റ്റോറിംഗ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ ഒരു തേർഡ് ടൈപ്പ് ഓഫ് പറയുന്നത് അതാണ് ഇത് SAP, HANA ഒക്കെ. പിന്നെയുള്ളത് ലാസ്റ്റ് വൺ പറയുന്ന ക്ലൗഡ് ബേസ്ഡ് ഡാറ്റാബേസസ്. അപ്പൊ ഇന്നത്തെ കൺസെപ്റ്റില്, ഇനി മുന്നോട്ടുള്ള കൺസെപ്റ്റില് ഏതായിരിക്കും വരുന്നത്? ഹാർഡ്വെയർ ക്ലൗഡ് ബേസ്ഡ് ഡാറ്റാബേസസ് ആയിരിക്കും വരുന്നത്. ആർ ഹോസ്റ്റഡ് ആൻഡ് റിട്രീവ്ഡ് ഓൺ ദി ക്ലൗഡ് സോ ദാറ്റ് യു ഡു നോട്ട് ഹാവ് ടു പ്രൊക്യൂർ എനി ഹാർഡ്വെയർ ടു സെറ്റ് അപ്പ് അവർ ഡാറ്റ. അതായത് ക്ലൗഡിലാണ് നമ്മൾ എന്റർപ്രൈസിലെ ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും അതിന് ഒരു ഹാർഡ്വെയറോ എക്സ്ട്രാ സോഫ്റ്റ്വെയർ ഒന്നും വേണ്ട, നമുക്ക് ഇൻസ്റ്റാളേഷൻ നടത്തണ്ട. നമുക്ക് ഈസി ആയിട്ട് നമുക്കൊരു ലാപ്ടോപ്പും നെറ്റ് കണക്ഷനും ഉണ്ടെങ്കിൽ നമ്മളുടെ ഡാറ്റ, അതായത് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ഓൾറെഡി അതിനകത്തൊരു ഉദാഹരണം കാണുമല്ലോ, നമ്മൾ ഒരു ഓൺ ഡിമാൻഡ് ബേസിസിൽ ക്ലൗഡിൽ ഒരു പ്ലേസ് വാങ്ങിച്ചിട്ട് അവിടെയായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് എക്സാമ്പിൾ നമ്മൾ ഇന്നലെയും പറയും, ഗൂഗിളിന്റെ ബിഗ് ക്വറി, റെഡ്ഷിഫ്റ്റ്, മൈക്രോസോഫ്റ്റ് അഷ്യൂർ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. സെക്കൻഡ് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിന്റെ കമ്പോണന്റ് എന്ന് പറയുന്നത് ETL ടൂൾസ് ആയിരിക്കും. ETL മീൻസ് എക്സ്ട്രാക്ഷൻ, ട്രാൻസ്ഫോർമേഷൻ, ലോഡിംഗ് ടൂൾസ്. നമുക്ക് ഇനി അടുത്ത ചാപ്റ്ററിലാണ് ഇച്ചിരി ഡീപ്പായിട്ട് പഠിക്കാനുണ്ട് കേട്ടോ.
ETL tools are central components of enterprise data warehouse architecture. അതായത് ETL tool എന്ന് പറയുന്നത് ഒരു മെയിൻ കമ്പോണന്റ് ആണ്, ഡാറ്റാ വെയർഹൗസ് ആർക്കിടെക്ചറിന്റെ ഒരു മെയിൻ കമ്പോണന്റ് ആണ്. ഫുൾ ഫോം പഠിച്ചു വെച്ചോണം. This tool helps extract data from different sources, transform it into a suitable arrangement. അതായത് പലതരത്തിലുള്ള ഡാറ്റയെ ഇത് എക്സ്ട്രാക്ട് ചെയ്ത് ട്രാൻസ്ഫോം ചെയ്ത് അറേഞ്ച് ചെയ്തേക്കുക എന്നുള്ളതാണ് ETL ടൂൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ETL ടൂൾ യു വിൽ ചൂസ് വിൽ ഡിറ്റർ. എന്തൊക്കെ നമുക്ക് ETL ടൂൾ വെച്ച് നിർണ്ണയിക്കാൻ പറ്റും നമുക്ക് നോക്കാം. ഒരു 5-6 ബുള്ളറ്റ് ഇട്ട് പോയിന്റ്സ് കൊടുത്തിരിക്കുന്നത് കണ്ടോ. ദി ടൈം എക്സ്പെൻഡഡ് ഇൻ ഡാറ്റ എക്സ്ട്രാക്ഷൻ, അതായത് ഡാറ്റ എക്സ്ട്രാക്ഷന് നമ്മൾ എത്രമാത്രം സമയം ചെലവഴിച്ചു അത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അപ്രോച്ചസ് ഓഫ് എക്സ്ട്രാക്ടിങ് ഡാറ്റ, ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ നമ്മൾ ഏതൊക്കെ അപ്രോച്ചസ്, ഏതൊക്കെ സമീപനങ്ങളാണ് നമ്മൾ യൂസ് ചെയ്തത്. Kind of transformation applied and the simplicity to do so. അതായത് എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻസ് നമ്മളവിടെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി നോക്കി, എന്തൊക്കെ പരിവർത്തനങ്ങൾ നമ്മൾ എന്തൊക്കെ ട്രാൻസ്ഫോം ചെയ്യാൻ നോക്കി അത്. പിന്നെ ബിസിനസ് റൂൾ ഡെഫിനിഷൻ ഫോർ ഡാറ്റ വാലിഡേഷൻ ക്ലിൻസിങ് ടു ഇംപ്രൂവ് എൻഡ് പ്രോഡക്റ്റ് അനലിറ്റിക്സ്. അതായത് എൻഡ് പ്രോഡക്റ്റ് അനലിറ്റിക്സ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ഡാറ്റ വാലിഡേഷനും അതുപോലെ ക്ലെൻസിങ്ങും ഉള്ള ബിസിനസ് റൂളുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് ഡാറ്റ വാലിഡേറ്റ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ എൻഡ് പ്രോഡക്റ്റ് അനലൈസ് ചെയ്യുന്നതിന് ഡാറ്റ വാലിഡേഷനും ക്ലെൻസിങ്ങും ഒക്കെ കൊടുക്കേണ്ടി വരും. ഔട്ട്ലൈനിങ് ഇൻഫോർമേഷൻ ഡിസ്ട്രിബ്യൂഷൻ ഫ്രം ദി ഫണ്ടമെന്റൽ ഡെപ്പോസിറ്ററി ടു അവർ BI ആപ്ലിക്കേഷൻ. അതായത് BI ബിസിനസ് ഇന്റലിജന്റ് ആപ്ലിക്കേഷൻസിലേക്കുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിന് ഒരു ഔട്ട്ലൈനിങ് കിട്ടും. അതായത് ഒരു രൂപരേഖ നമുക്ക് കിട്ടാൻ പറ്റും. ഏത് ETL ടൂൾ യൂസ് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. എന്തൊക്കെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചോണം. ETL ടൂൾ വിൽ ഡിറ്റർമിൻ ദി ഫോളോയിങ് 6 പോയിന്റ്സ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് മെറ്റാഡാറ്റ. അതായത് നമുക്ക് ഈ കമ്പോണൻസ് നമ്മൾ 6 കമ്പോണൻസ് ആയിട്ട് പറയുന്നതിനകത്ത് തേർഡ് കമ്പോണന്റ് മെറ്റാഡാറ്റ. മെറ്റാഡാറ്റ മീൻസ് ഡാറ്റ എബൌട്ട് ഡാറ്റ. ഒരു ഡാറ്റ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിലും പറഞ്ഞു, ഡാറ്റയെ കുറിച്ച് ഒരു ഡാറ്റയെ നമ്മൾ മനസ്സിലാക്കാൻ നമ്മൾ വേറെ ഡാറ്റയെ ആക്സസ് ചെയ്യുക. ഫോർ ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഇൻഡെക്സ് ആക്സസ് ചെയ്യുന്നത്. ഒരു ബുക്കിന്റെ ഇൻഡെക്സ് നമ്മൾ ആക്സസ് ചെയ്യുന്നത് മെറ്റാഡാറ്റയാണ്. ഇൻഡെക്സ് നോക്കിയല്ലേ നമ്മൾ ആ പേജിലോട്ട് മൂവ് ചെയ്ത് പോകുന്നത്. അപ്പം വി ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദി മെറ്റാഡാറ്റ. അതായത് മെറ്റാഡാറ്റ ഡിസ്ക്രൈബ്സ് ഡാറ്റ വെയർഹൗസ് ഡാറ്റാബേസ് ആൻഡ് ഓഫേഴ്സ് എ ഫ്രെയിംവർക്ക് ഫോർ ഡാറ്റ. ഇറ്റ് ഹെൽപ്സ് ഫോർ കൺസ്ട്രക്ടിങ്, പ്രിസർവിംഗ്, ഹാൻഡ്ലിംഗ് ആൻഡ് മേക്കിംഗ് യൂസ് ഓഫ് ഡാറ്റ വെയർഹൗസ്. ഇത് എങ്ങനെയൊക്കെ നമുക്ക് ഡാറ്റ വെയർഹൗസിനെ മെറ്റാഡാറ്റ മൈനിങ് എങ്ങനെയൊക്കെ നടത്താം. അതായത് ഒരു ഡേറ്റയിൽ നിന്നും വേറൊരു ഡേറ്റ നമ്മൾ എങ്ങനെയാണ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നത് എങ്ങനെയൊക്കെ നമുക്ക് നോക്കാം എന്നാണ് പറയുന്നത്. അതായത് ദർ ആർ 2 types ഓഫ് മെറ്റാഡാറ്റ ഇൻ ഡാറ്റ മൈനിങ്. 2 തരത്തിലുള്ള 2 types ഓഫ് മെറ്റാഡാറ്റ നമുക്ക് പറയാൻ പറ്റും. ഒന്ന് ടെക്നിക്കൽ ആയിരിക്കും, ഒന്ന് ബിസിനസ് മെറ്റാഡാറ്റ ആയിരിക്കും. ഒന്ന് ടെക്നിക്കലും ഒന്ന് ബിസിനസ് മെറ്റാഡാറ്റയും. ടെക്നിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് compresses information that can be used by developers and managers when executing warehouse development and administration task. അതായത് ഇപ്പൊ ടെക്നിക്കൽ ആസ്പെക്ട് ഓഫ് ഡേറ്റ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് ഡേറ്റയുടെ സ്ട്രക്ചറും സ്റ്റോറേജും ഫോർമാറ്റും എല്ലാം നമ്മൾ നോക്കി അതിനെ മൈൻ ചെയ്തെടുക്കുക, ടെക്നിക്കൽ ഡേറ്റ. ഈ ബിസിനസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ കംപ്രസസ് ഇൻഫോർമേഷൻ ദാറ്റ് ഓഫേഴ്സ് ആൻ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദി ഡേറ്റ സ്റ്റോർഡ് ഇൻ എ ഡേറ്റ വെയർഹൗസ്. അതായത് ഒരു ഓർഗനൈസേഷനിലെ ഡേറ്റയെ നമുക്ക് അതായത് അങ്ങനെ വരുന്ന ഡേറ്റയാണ് ഏതാണ് ബിസിനസ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. ഓണർഷിപ്പ്, ബിസിനസ് റൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്, അതാണ് ബിസിനസ് ഡേറ്റ. മറ്റേ ടെക്നിക്കൽ മെറ്റാഡാറ്റ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ ആസ്പെക്ട്സ് ഓഫ് ഡേറ്റ. ഡേറ്റയുടെ ടെക്നിക്കൽ ആസ്പെക്ട് എന്ന് പറയുന്നത് ഡേറ്റ സ്ട്രക്ചർ ആകാം, അല്ലെ സ്റ്റോറേജ് ആകാം. അതാണ് ടെക്നിക്കൽ മെറ്റാഡാറ്റ എന്ന് പറയുന്നത്. പിന്നെ ബിസിനസ് മെറ്റാഡാറ്റ എന്ന് പറയുന്നത് ഒരു ഓണർഷിപ്പ് ആകാം, ഒരു ബിസിനസിനെ സംബന്ധിച്ചുള്ള ഡേറ്റയാണ്, ആ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചുള്ള ഡേറ്റയാണ് ഇത് ബിസിനസ് മെറ്റാഡാറ്റ. അങ്ങനെ മെറ്റാഡാറ്റ 2 തരത്തിലുണ്ടെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. Metadata plays an important role for business and technical teams to understand the data present in a warehouse and convert it into information. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതിനകത്ത് ഡാറ്റ വെയർഹൗസ് ആക്സസ് ടൂൾസുകളുണ്ട്. നമ്മൾ എക്സ്ട്രാക്റ്റീവ് ടൂൾസ് പറഞ്ഞു, ETL ടൂൾസ് കൂടാതെ ഡാറ്റ വെയർഹൗസിനെ ആക്സസ് ചെയ്യാൻ പറ്റിയ ടൂൾസുകൾ such as the query and reporting tools, application development tools, data mining tools for data warehousing, ലാബ് ടൂൾസുകൾ. ഈ ഇത്രയും ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡാറ്റ വെയർഹൗസിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പറഞ്ഞാൽ കൊറി ആൻഡ് റിപ്പോർട്ടിംഗ് ടൂള്. നമ്മൾ കൊറി കൊടുത്തോണ്ട്, അതായത് കൊറി മീൻസ് ക്വസ്റ്റ്യൻ കൊടുത്തോണ്ട് നമുക്ക് ഒരു ഡാറ്റാബേസിൽ നിന്നുകൊണ്ട് ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ അതായത് സ്പ്രെഡ്ഷീറ്റിൽ നിന്നോ
അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷനിൽ നിന്നുകൊണ്ട് നമുക്ക്, അതായത് ഇറ്റ് ഹെൽപ്സ് യൂസേഴ്സ് പ്രൊഡ്യൂസ് കോർപ്പറേറ്റ് റിപ്പോർട്ട്സ് ഫോർ അനലൈസിസ് ദാറ്റ് ക്യാൻ ബി ഇൻ ദി ഫോം ഓഫ് സ്പ്രെഡ്ഷീറ്റ്, കാൽക്കുലേഷൻസ് ഓർ ഇന്ററാക്റ്റീവ് വിഷ്വൽസ്, ചാർട്ടോ, അതിൽ നിന്നൊക്കെ നമുക്കൊരു കുറി കൊടുത്തോണ്ട് അത്യാവശ്യം വേണ്ട ഇപ്പൊ ഒരു വലിയൊരു ഡേറ്റയിൽ ഒരു കുറി കൊടുത്തോണ്ട് നമുക്ക് അതിന് ഒരു കുറച്ച് ഭാഗം മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇല്ലേ, ഇപ്പൊ എംപ്ലോയിയുടെ സാലറി, ഒരു എംപ്ലോയിയുടെ ഡീറ്റെയിൽസ് ഉള്ള ഡേറ്റ, ഒരു സ്പ്രെഡ്ഷീറ്റ് ഫയലാണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നത്. ആ ഒരു സ്ഥാപനത്തിൽ 100 എംപ്ലോയീസ് ഉണ്ട്. അതിനകത്ത് സാലറി ഇൻക്രിമെന്റിന് വേണ്ടിയോ എല്ലാം ഒരു എത്രയാ, ഒരു 35,000 രൂപ കൂടി സാലറി ഉള്ള എംപ്ലോയീസിനെ ഒന്ന് നോക്കുവാണെങ്കിൽ അപ്പം എക്സ്ട്രാക്ട് ചെയ്യുക സാലറി ഗ്രേറ്റർ ദാൻ 35,000 കൊടുക്കുക. അല്ലെങ്കിൽ ഇപ്പൊ ഈ റിട്ടയർമെന്റ് ആയോ എന്നറിയാൻ വേണ്ടി ഇപ്പം വലിയൊരു ലിസ്റ്റ് നിന്നുണ്ട്, ഏജ് ഫീൽഡ് കാണുമല്ലോ, ഏജ് ഗ്രേറ്റർ ദാൻ അല്ലെ ഇൻ ബിറ്റ്വീൻ 55 and 60, 54 and 56 ഇൻ ബിറ്റ്വീൻ കൊടുത്തോണ്ട് നമുക്ക് വേണേൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലെസ് ദാൻ കൊടുത്തോണ്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല അങ്ങനെ നമുക്ക് ഏത് തരത്തിലുള്ള ഡേറ്റ വേണമെങ്കിലും നമുക്ക് ടൂൾസുകൾ ചൂസ് ചെയ്തുകൊണ്ട് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറി കൊടുക്കുക, കുറിയാണ് ഞാനിപ്പോ പറഞ്ഞത്, അതായത് കണ്ടീഷൻസ് കൊടുത്തോണ്ട് ചെയ്യാൻ പറ്റും. പിന്നുള്ളത് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസ് ഉണ്ട്, അതായത് ഹെൽപ്പ് ക്രിയേറ്റ് ടൈലേർഡ് റിപ്പോർട്ട്സ് ആൻഡ് പ്രസന്റ് ദം ഇൻ ഇന്റർപ്രിട്ടേഷൻസ് ഇന്റർനെറ്റ് ഫോർ റിപ്പോർട്ടിംഗ് പർപ്പസ്. അതായത് അനുയോജ്യമായ റിപ്പോർട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും അവതരിപ്പിക്കുന്നതിനും ഒക്കെ ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഡാറ്റ മൈനിങ് ടൂൾസ് ഫോർ ഡാറ്റ വെയർഹൗസിങ്, ഡാറ്റ മൈനിങ് ടൂൾസുകൾ, systematics the procedure of identifying arrays and links in huge quantities of data, cutting edge statistical modeling method. അതായത് നമുക്കിപ്പം ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിംഗ് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഒറാക്കിൾ ഡാറ്റ മൈനിങ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് ഒറാക്കിളിന്റെ ഡാറ്റ മൈനിങ് ഉണ്ട്, അതായത് ഒരു പ്രൊപ്രൈറ്ററി ഡാറ്റാബേസ് ടൂൾ ആണ് ഒറാക്കിൾ. പ്രൊപ്രൈറ്ററി മീൻസ് ലൈസൻസ്ഡ് ആണ്, ഡാറ്റാബേസ് ടൂൾ ആണ്. അത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡാറ്റ മൈനിങ് ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട്, അതായത് ഡാറ്റ മൈൻ ചെയ്ത് അതിൽ നിന്ന് വേണ്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ റിപ്പോർട്ടുകൾ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലാസ്റ്റ് പറഞ്ഞു ഒലാപ് ടൂൾസ്, ഓൺലൈൻ അനലിറ്റിക്കൽ പ്രോസസിംഗ് ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് construct a multi-dimensional data warehouse and allow analysis to enterprise data from numerous viewpoints. പല പോയിന്റ്സിൽ നിന്നുകൊണ്ട് നമുക്ക് ഒരു എന്റർപ്രൈസിലെ ഡാറ്റ മൾട്ടി ഡയമെൻഷനിൽ നിന്നുണ്ട്. അടുത്ത ചാപ്റ്റർ പഠിക്കുന്നുണ്ട്, പല ഡയമെൻഷനും ഫാക്റ്റും ഒക്കെ പഠിക്കുന്നുണ്ട്, ഡയമെൻഷൻ ടേബിൾ, ഫാക്ട് ടേബിൾ, അഗ്രിഗേഷൻ ടേബിൾ ഒക്കെ. അപ്പൊ നമുക്ക് പല ഡയമെൻഷനിൽ എങ്ങനെയാണ് ഡാറ്റ കൊടുക്കുന്നതെന്ന് പറയാൻ പറ്റും. അപ്പം മൾട്ടി ഡയമെൻഷണൽ ഡാറ്റ വെയർഹൗസിൽ നിന്നുകൊണ്ട് നമുക്ക് ലാബ് ടൂളുകൾ യൂസ് ചെയ്തുകൊണ്ടും എങ്ങനെയാണ് ഡാറ്റ വെയർഹൗസിൽ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആ 4 കാര്യം ഓർക്കുക. ലാസ്റ്റ് അല്ല, സെക്കൻഡ് 5 പറഞ്ഞ ഡാറ്റ വെയർഹൗസ് ബസ്സുകൾ കാണും. ഒരു ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ കമ്പോണന്റ് ആണ് ഡാറ്റ വെയർഹൗസ് ബസ്. അതായത് ഇറ്റ് ഡിഫൈൻസ് എ ഡാറ്റ ഫ്ലോ വിത്തിൻ എ ഡാറ്റ വെയർഹൗസ് ബസ് ആർക്കിടെക്ചർ ആൻഡ് ഇൻക്ലൂഡ് ഡാറ്റ മാർട്ട്. അതായത് നമുക്കിപ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് ഡാറ്റ ആർക്കിടെക്ചറും ഡാറ്റ മാർട്ടുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ it enables sharing of data from source systems such as databases, ഹാഡൂപ്പ്, ഒലാപ്പ് ക്യൂബുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഡാറ്റ വെയർഹൗസ് ബസ് എന്നുള്ള കൺസെപ്റ്റ്, അതായത് ഡാറ്റ ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുക. ഡാറ്റ വെയർഹൗസ് ബസ് എന്ന് പറഞ്ഞാൽ ഹാഡൂപ്പ് പോലുള്ള ടൂളുകൾ, അല്ലെ ഒലാപ്പ് ക്യൂബുകളുണ്ട്. ഒലാപ്പ് ക്യൂബുകളും ഹാഡൂപ്പും ഒക്കെ നമുക്ക് പിന്നെ ലാസ്റ്റ് ചാപ്റ്ററിലൊക്കെ പഠിക്കാനുണ്ട് എങ്ങനെയാണ് ഒലാപ്പ് ക്യൂബുകൾ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ. അപ്പൊ അങ്ങനെ ഡാറ്റ വെയർഹൗസ് ബസ് മുഖേന വേണേൽ നമുക്ക് ഡാറ്റ വെയർഹൗസിൽ നിന്ന് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ ഷെയർ ചെയ്ത് എടുക്കാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഓർത്താൽ മതി, നമുക്ക് കമ്പ്യൂട്ടർ ആണെങ്കിൽ അതിന്റെ പ്രൊസസ്സറിൽ ഒരു ബസ് കാണും, അല്ലേ? പ്രൊസസ്സറിന്റെ അകം ഹാർഡ്വെയർ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു ഇലാസ്റ്റിക് രൂപത്തിലുള്ള വലിച്ചാൽ ഇങ്ങനെ നീണ്ടുപോകുന്നത്. നമുക്കിപ്പം ഇങ്ങനെ വലിച്ച് നമ്മളിങ്ങനെ ഇലാസ്റ്റിക് രീതിയിലുള്ള ഒരു ഹാർഡ്വെയർ ഡിവൈസ് ഉണ്ട്. അത് നമുക്ക് അതിനെ നമുക്ക് പറയുന്ന കമ്പ്യൂട്ടറിന്റെ പ്രോസസ്സറിനകത്ത് നമ്മൾ പറയുമ്പോൾ അതിന്റെ ബസ് എന്നുള്ള കൺസെപ്റ്റിലാണ് പറയുന്നത്. ഡേറ്റയെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യാനാണ് അത് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ ബസ്സിൽ കയറി പോയ ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്യാരി ചെയ്യാനല്ലേ ബസ് യൂസ് ചെയ്യുന്നത് പറയുന്ന പോലെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന ഡേറ്റയെ പ്രോസസ്സറിലോട്ടും അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് യൂണിറ്റുകളിലോട്ടും ഹാൻഡിൽ ചെയ്യാനാണ് ബസ്സുകൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ലാസ്റ്റ് പോയിന്റ് പറഞ്ഞ ഡാറ്റ വെയർഹൗസ് റിപ്പോർട്ടിംഗ് ലെയർ ഉണ്ട്. This reporting layer
in the data warehouse allow the end users to access BI interfaces or BI database. ഈ ലെയർ യൂസ് ചെയ്തുകൊണ്ടാണ് എൻഡ് യൂസേഴ്സ് ആയ നമ്മൾ ബിസിനസ് ഇന്റലിജന്റ് ഇന്റർഫേസസുകളൊക്കെ എടുക്കുന്നതെന്ന്. ദി പർപ്പസ് ഓഫ് റിപ്പോർട്ടിംഗ് ലെയർ ഇൻ ദി ഡാറ്റ വെയർഹൗസ് ഇസ് ആക്ട് ആസ് എ ഡാഷ്ബോർഡ് ഫോർ ഡാറ്റ വിഷ്വലൈസേഷൻ, ക്രിയേറ്റ് റിപ്പോർട്ട്സ് ആൻഡ് ടേക്ക് ഔട്ട് എനി റിക്വയർഡ് ഇൻഫോർമേഷൻ. അല്ലെ, നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഡാഷ്ബോർഡ് എന്നുള്ള കൺസെപ്റ്റ് കാണും. നമ്മളൊന്ന് ലോഗിൻ ചെയ്ത് കൊടുത്ത് നമ്മുടെ മൈ ഡാഷ്ബോർഡിൽ കയറി നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസുകൾ വ്യൂ ചെയ്യാൻ പറ്റും. ഒരുപക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ കയറി ലോഗിൻ ചെയ്യാൻ നിങ്ങൾ ചിലപ്പോൾ സ്റ്റുഡന്റ് പോർട്ടലിൽ കയറി ലോഗിൻ ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റുഡന്റിന്റെ ഡാഷ്ബോർഡിലോട്ടായിരിക്കും പോകുന്നത്. ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ടാണല്ലോ വരേണ്ടത് അല്ലെ. അങ്ങനെ വേണമെങ്കിലും വരാം. അപ്പൊ ഇത്രയും ലെയറുകൾ ഇത്രയും കമ്പോണൻസ് ആണ് ഒരു ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിൽ ഉണ്ടെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ്, ലെയേഴ്സ് ഓഫ് ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചർ. എത്ര ലെയേഴ്സ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. ദർ ആർ 4 ലെയേഴ്സ്. ഡാറ്റ വെയർഹൗസ് ലെയർ, ഡാറ്റ സ്റ്റേജിംഗ് ലെയർ, ഡാറ്റ സ്റ്റോറേജ് ലെയർ, ഡാറ്റ പ്രസന്റേഷൻ ലെയർ കേട്ടോ. അപ്പൊ ആ 4 ലെയറും നമുക്ക് നോക്കാം. First one, data source layer. Data source layer is a place where unique information gathered from an assortment of inner and outside sources resides in a social database. Data source layer എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? യുണീക്ക് ഇൻഫോർമേഷൻസ് ആയിരിക്കും അവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ നിന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇന്നർ ആൻഡ് ഔട്ട്സൈഡ് സോഴ്സസ്, പല സോഴ്സിൽ നിന്ന് ആകാം അല്ലെ. അതായത് റിസൈഡ് ഇൻ എ സോഷ്യൽ ഡാറ്റാബേസ്, ഒരു സോഷ്യൽ ഡാറ്റാബേസിൽ കാണുന്നതോ ഔട്ട്സൈഡിൽ കാണുന്നതോ ഇന്നർ സൈഡിൽ കാണുന്നതോ എവിടുന്ന് വേണമെങ്കിലും ആകാം. അത് തന്നെ നമുക്ക് എക്സാമ്പിൾസ് ഓഫ് ഡാറ്റ സോഴ്സ് ലെയർ പറയുന്ന ഓപ്പറേഷണൽ ഡാറ്റ ആകാം, സോഷ്യൽ മീഡിയ ഡാറ്റ ആകാം, ഔട്ട്സൈഡർ ഡാറ്റ ആകാം. എന്താണ് ഓപ്പറേഷണൽ ഡാറ്റ എന്ന് പറഞ്ഞാല് ഇപ്പൊ പ്രോഡക്റ്റ് ഇൻഫോർമേഷൻ, സ്റ്റോക്ക് ഇൻഫോർമേഷൻ, മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ, HR ഇൻഫോർമേഷൻ, ഇതൊക്കെയാണ് ഓപ്പറേഷണൽ ഡാറ്റ എന്ന് പറയുന്നത് അല്ലെ. സ്റ്റോക്കിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് ഒക്കെയാണ് ഓപ്പറേഷണൽ ഇൻഫോർമേഷൻ. ഇനി സോഷ്യൽ മീഡിയ ഡാറ്റ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലെ. നമുക്കൊരു വെബ്സൈറ്റ് ഹിറ്റ്, കണ്ടന്റ് ഫ്രെയിം, കോണ്ടാക്ട് പേജ് കംപ്ലീഷൻ, ഈ കോണ്ടാക്ട് പേജ് കംപ്ലീഷൻ ഇതൊക്കെ ഏത് വരും? സോഷ്യൽ മീഡിയ ഡാറ്റ വരും. പിന്നെ ഔട്ട്സൈഡ് ഡാറ്റ, ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ, സ്റ്റഡി ഇൻഫോർമേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫോർമേഷൻ ഒക്കെ ആയിരിക്കും ഔട്ട്സൈഡർ ഡാറ്റ. സ്റ്റഡി ഇൻഫോർമേഷൻ അതിനെ കുറിച്ചുള്ള വിവരങ്ങൾ, സ്റ്റഡി പഠിത്തത്തെ കുറിച്ചുള്ള വിവരങ്ങൾ, സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻഫോർമേഷൻ അനലൈസ് ചെയ്യുന്നതിനെ കുറിച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട്, അല്ലെ ഡെമോഗ്രാഫിക്. ഡെമോഗ്രാഫിക് എന്ന് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമുക്ക് ഏജ്, ജെൻഡർ, എഡ്യൂക്കേഷൻ, ഇൻകം ഇതിനെയൊക്കെ ബേസ് ചെയ്തുള്ള ഇൻഫോർമേഷൻസിനാണ് നമ്മൾ ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അത് ഔട്ട്സൈഡ് ഡാറ്റ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഡാറ്റ സോഴ്സ് ലെയർ എന്ന് പറയുന്നത് ഇത്രയും ഇൻഫോർമേഷൻസ് ആയിരിക്കും ഡാറ്റ സോഴ്സ് ലെയറിൽ വരുന്നത്. ഇനി അപ്പൊ ഇത്രയും ഇൻഫോർമേഷൻസ് പല യൂസേഴ്സിൽ നിന്ന് വരുന്ന നോക്കുക അല്ലെ. അതായത് നമ്മൾ കാണുന്ന ലെയർ ആയിരിക്കും അത്. നമ്മൾ യൂസ് ചെയ്ത വെബ്സൈറ്റിൽ കയറി നമ്മൾ യൂസ് ചെയ്യുമ്പോഴായിരിക്കും ഈ ലെയർ വിസിബിൾ ആവുന്നത്. നമ്മൾ കാണുന്നില്ല, പക്ഷെ നമ്മൾ അവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇനിയുള്ളത് ഈ നമ്മളിപ്പോ ഇങ്ങനെ കൊടുത്ത കാര്യം, ഞാനിപ്പോ ഒരു ഡെമോഗ്രാഫിക് ഇൻഫോർമേഷൻ കൊടുത്ത കാര്യം ദെൻ ഡാറ്റ സ്റ്റേജിംഗ് ലെയറിലോട്ടാണ് പോകുന്നത്. ബട്ട് ദിസ് ലെയർ ഡ്വെൽസ് ബിറ്റ്വീൻ ഇൻഫോർമേഷൻ സോഴ്സ് ആൻഡ് ഡാറ്റ വെയർഹൗസ്. ഡാറ്റ വെയർഹൗസിന്റെയും ഇൻഫോർമേഷൻ സോഴ്സിന്റെയും ഇടയ്ക്കായിരിക്കും ഇത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. In this layer, information is separated from various inside and outer data sources. അതായത് ഇൻസൈഡിൽ നിന്നും ഔട്ട്സൈഡിൽ നിന്നും ഒക്കെ വന്ന പലതരത്തിലുള്ള ഡാറ്റ സോഴ്സിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതും ഏതായിരിക്കും? ഡാറ്റ സ്റ്റേജ് ലെയറിലായിരിക്കും. സിൻസ് സോഴ്സ് ഡാറ്റ കംസ് ഇൻ വേരിയസ് ഓർഗനൈസേഷൻസ്, data extraction layer will use numerous technologies and devices to extricate the necessary informations. പലതരത്തിലുള്ള ടെക്നോളജികളും ഡിവൈസസുകളും ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഡാറ്റയെ ഈ ഒരു എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. വൺസ് എക്സ്ട്രാക്റ്റഡ് ഡാറ്റ ഇസ് വെൻ സ്റ്റാക്ഡ്, ഇറ്റ് വിൽ ബി എക്സ്പോസ്ഡ് ടു ഹൈ ലെവൽ ക്വാളിറ്റി ചെക്ക്. അതായത് എക്സ്ട്രാക്ട് ചെയ്തെടുത്തതിന് ശേഷം, എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ അവിടെ ETL ടൂൾ യൂസ് ചെയ്യും ഈ ഒരു ലെയറിൽ. എന്നിട്ട് ഇതിനെ നമുക്ക് ഹൈ ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടി വേണമെങ്കിൽ സെൻഡ് ചെയ്ത് വെക്കാൻ പറ്റും. അതായത് വെയർ ഹൗസിലേക്ക് നമ്മളിപ്പോൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. ഒരു വെയർ ഹൗസിലേക്ക് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഉള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് നിൽക്കുന്നത്, വെയർ ഹൗസിലോട്ട് പോകണമെന്ന ഇന്റർമീഡിയറ്റ് ഒരു സ്റ്റോറേജ് സ്പേസിനെയാണ് നമുക്ക് ഡാറ്റ സ്റ്റേജിംഗ് ലെയർ എന്ന് പറയാൻ പറ്റും. അതായത് പ്രോസസ്ഡ് ആൻഡ് പ്രിപ്പയർഡ് ഡാറ്റ പ്ലേസ് ചെയ്ത്, പ്രോസസ് ചെയ്യുന്നതും പ്രിപ്പയർ ചെയ്യുന്നതുമായിട്ട് ഡാറ്റ പ്ലേസ് ചെയ്യുന്ന സ്ഥലമായിരിക്കും ഡാറ്റ സ്റ്റേജിംഗ് ലെയർ. അതായത് നമുക്ക് അപ്പൊ അങ്ങനെയുള്ള നമ്മളൊരു ബഫർ സോൺ എന്നല്ലേ പറയുന്നത്. അതായത് ഇറ്റ്സ് ഓൾസോ കോൾഡ് എ ബഫർ സോൺ.
അതവിടെ നോട്ടിൽ എടുത്ത് പറയുന്നില്ല, അത് നോട്ട് ചെയ്ത് വെച്ചോണം. ഡാറ്റ സ്റ്റേജ് ലെയർ എന്ന് പറഞ്ഞാൽ ഒരു ബഫർ സോൺ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. ബഫർ സോൺ നമുക്ക് പറയാം ഇന്റർമീഡിയറ്റ് സ്റ്റോറേജ് പ്ലേസ് ആയിരിക്കും, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സ്റ്റേജ് ലെയറിനകത്ത് 2 പാർട്ടുണ്ട്. ലാൻഡിംഗ് ഡാറ്റാബേസ് ആൻഡ് സ്റ്റേജിങ് ഏരിയയിൽ ഡാറ്റ ഇന്റഗ്രേഷൻ ടൂളുകൾ. അപ്പൊ ലാൻഡിംഗ് ഡാറ്റാബേസ് ആൻഡ് സ്റ്റേജിങ് ഏരിയ എന്ന് പറഞ്ഞാൽ ദി ലാൻഡിംഗ് ഡാറ്റാബേസ് സ്റ്റോർസ് ദി ഇൻഫോർമേഷൻ റിക്കവേർഡ് ഫ്രം ദി ഡാറ്റ സോഴ്സ് ബിഫോർ ദി ഡാറ്റ ഗോസ് ടു ദി ഹാഡ് വെയർഹൗസ്. സ്റ്റേജിങ് പ്രോസസ് stringent ക്വാളിറ്റി ചെക്സ് ഓൺ ഇറ്റ്. അതായത് ഒരു ഡാറ്റ വെയർഹൗസിലോട്ട് പോകുന്നതിന് മുന്നേ ഡാറ്റ ഒന്ന് ലാൻഡ് ചെയ്യുക. അതായത് എന്നിട്ട് അതായത് ഡാറ്റ സോഴ്സിൽ നിന്നും പല ഇൻഫോർമേഷൻസ് ഒക്കെ വന്ന ഡാറ്റയെ, അല്ലെ സ്റ്റോർ ദി ഇൻഫോർമേഷൻ റിക്കവേർഡ് ഫ്രം ഡാറ്റ സോഴ്സ്, പല ഡാറ്റ സോഴ്സിൽ നിന്ന് വന്ന ഡാറ്റയെ അവിടെ നിന്ന് ലാൻഡ് ചെയ്തിട്ട് സ്റ്റേജിങ് പ്രോസസ്സിലോട്ട് വിടുക. സ്റ്റേജിങ് മീൻസ് അത് ക്വാളിറ്റി ചെക്കിംഗ് ആണ്, അതിലോട്ട് വിടുക. അപ്പം അറേഞ്ചിങ് ദി ബേസിക് സ്റ്റെപ്പ് ഇൻ ആർക്കിടെക്ചർ, അതൊരു മെയിൻ സ്റ്റെപ്പാണ് ആർക്കിടെക്ചറിലെ. പിന്നെ ഡാറ്റ ഇന്റഗ്രേഷൻ ടൂളും ഡാറ്റ സ്റ്റേജ് ലെയർ യൂസ് ചെയ്യുന്നത് ETL, എക്സ്ട്രാക്ട്, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ലോഡ് ആർ ഡാറ്റ tools used to extricate information from outside source framework, change and prepare information and load it into a warehouse. അതായത് ഈ ടൂൾസുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻഫോർമേഷൻസ് പുറന്തള്ളാനും പറ്റും. എക്സ്ട്രിക്കേറ്റ് ഇൻഫോർമേഷൻ ഫ്രം സോഴ്സ് ഫ്രെയിംവർക്ക്, അത് ആവശ്യമില്ലാത്ത ഡാറ്റയെ പുറന്തള്ളാനും പറ്റും. അങ്ങനെയാണ് ഡാറ്റ സ്റ്റേജിംഗ് ലെയറിൽ 2 കൺസെപ്റ്റ് പറയുന്നുണ്ട്, നോട്ട് ചെയ്തോണം. പിന്നുള്ളത് നമുക്ക് മൂന്നാമത്തെ ലെയർ പറഞ്ഞ ഡാറ്റ സ്റ്റോറേജ് ലെയർ ആയിരിക്കും. ഇപ്പൊ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റോർ ചെയ്യാനാണല്ലോ ആ ലെയർ യൂസ് ചെയ്യുന്നത്. ദിസ് ലെയർ ഇസ് പ്ലേസ് വേർ ദ ഡാറ്റ ദാറ്റ് വാസ് വാഷ്ഡ് ഡൗൺ ഇൻ അറേഞ്ചിങ് സോൺ ഈസ് പുട്ട് എവേ ആസ് എ സോളിറ്ററി സെൻട്രൽ ആർച്ചീവ്. അതായത് അവിടെ അങ്ങനെ ഒരു സെൻട്രൽ ആർച്ചീവില് എന്തായിരിക്കും ഡാറ്റ എല്ലാം കൂടെ വാഷ് ഡൗൺ ഇൻ അറേഞ്ചിങ് സോൺ അവിടെ നമ്മൾ പുട്ട് ചെയ്ത് ഇട്ട് വെച്ചിരിക്കുമായിരിക്കും, അല്ലെ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുമായിരിക്കും എന്ന് ഡാറ്റ സ്റ്റോറേജ് ലെയറിൽ. പിന്നെ ഡാറ്റ പ്രസന്റേഷൻ ലെയർ ഉണ്ട്. പ്രസന്റേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദിസ് ഈസ് വെയർ ദി യൂസർ കമ്മ്യൂണിക്കേറ്റ് വിത്ത് സ്ക്രബ്ഡ് ആൻഡ് സോർട്ട് ഔട്ട് ഓഫ് ഡാറ്റ, അല്ലെ യൂസർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഡാറ്റയെ ഒരു പ്രസന്റേഷൻ ലെയർ ഉള്ളത്. അങ്ങനെ 4 ലെയറിന്റെ കൺസെപ്റ്റ് അവിടെ പറയുന്നുണ്ട്. ആ 4 ലെയറും നോട്ട് ചെയ്ത് വെക്കുക. ഡാറ്റ വെയർഹൗസ് ആർക്കിടെക്ചറിന്റെ കമ്പോണൻസും പറഞ്ഞു, ഇതിനകത്തെ 4 ലെയറുകളുമാണ് നമ്മളിപ്പം പറഞ്ഞത്. നെക്സ്റ്റ് 2.5 ഡാറ്റ മാർട്ട്. എന്താണ് ഡാറ്റ മാർട്ട് എന്ന് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഡാറ്റ മാർട്ട് എന്ന് പറഞ്ഞാല് ഈസ് എ സബ്സെറ്റ് ഓഫ് ഡാറ്റ വെയർഹൗസ്. ഡാറ്റ വെയർഹൗസിന്റെ ഒരു സബ്സെറ്റ് ആണ് ഡാറ്റ മാർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സബ്സെറ്റ് എന്ന് പറയാൻ അതിന്റെ ഒരു ഭാഗം അല്ലെ. അതായത് എക്സാമ്പിൾ, many companies may have a data mart with aligned with a specific department in the business such as finance, sales or marketing. ഇപ്പൊ ഒരു കമ്പനിയുടെ ഫിനാൻസ് അല്ലെ മാർക്കറ്റിംഗ്, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് പോലെ ഉള്ള ഒരു സ്പെസിഫിക് ബിസിനസ് യൂണിറ്റിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ഡാറ്റ വെയർഹൗസ് ആണ് ഏത് ഡാറ്റ മാർട്ട് എന്ന് പറയുന്നത്. എന്താണ് ഡാറ്റ മാർട്ട്? അതായത് ഇപ്പം കമ്പനിയുടെ അല്ലെ ഒരു ഫിനാൻസ് കമ്പനിയുടെ അല്ലെ ഒരു മാർക്കറ്റിംഗ് കമ്പനിയുടെ സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള സ്പെസിഫിക് ബിസിനസ് യൂണിറ്റിന്റെ ആവശ്യങ്ങളൊക്കെ എന്തൊക്കെ വേണം, അങ്ങനെ അതിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്ന ഒരു ഡാറ്റ വെയർഹൗസ് ആണ് ഡാറ്റ മാർട്ട്. ഡാറ്റ മാർട്ട് ആൻഡ് ഡാറ്റ വെയർഹൗസ് ആർ ബോത്ത് ഹൈലി സ്ട്രക്ചേർഡ് റെപ്പോസിറ്ററീസ് വേർ ഡാറ്റ ഇസ് സ്റ്റോർഡ് ആൻഡ് മാനേജ്ഡ് ആൻഡ് നീഡ്. അതായത് സ്ട്രക്ചേർഡ് റെപ്പോസിറ്ററി എന്ന് പറയുന്നത് രണ്ടും വെച്ചാൽ ഹൈലി അത് ആവശ്യമുള്ള ഒരു കാര്യമാണ്. റെപ്പോസിറ്ററീസ് ആണ് എന്തിനാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിനും ഡാറ്റ മാനേജ് ചെയ്യുന്നതിനും. A data mart can be created from an existing data warehouse, top-down approach, or from other sources such as internal operation systems or external data. Similar to a data warehouse, it is a relational database that stores transactional data in columns and rows, making it easy to organize to access. But data mart എന്താണ് ജസ്റ്റ് ഒന്ന് സബ്സെറ്റ് ഓഫ് ഡാറ്റ വെയർഹൗസ് എന്നാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇത് അങ്ങനെയുള്ള കമ്പനികളിൽ നിന്നൊക്കെ എടുക്കാൻ നമുക്ക് ഡാറ്റയെ. എന്തൊക്കെയാണ് ഈ ഡാറ്റ വെയർഹൗസിന്റെ ബെനിഫിറ്റ്സുകൾ? കോസ്റ്റ് എഫിഷ്യന്റ് ആയിരിക്കും. അതായത് ഒരു ഡാറ്റ മാർട്ടിന് ഇപ്പൊ ഒരു ഡാറ്റ വെയർഹൗസിന്റെ വിലയുടെ ഒരു ഭാഗം മാത്രമേ കാണത്തുള്ളൂ. ഡാറ്റ വെയർഹൗസ് എന്ന് പറയുന്നത് ഇങ്ങനെ അങ്ങ് നിൽക്കുമല്ലേ, ഇഷ്ടം അല്ലെ, അതിന്റെ ഒരു വിലയുടെ ഒരു ഭാഗം മാത്രമേ ഡാറ്റ മാർട്ടിന് കാണത്തുള്ളൂ. അതാ കോസ്റ്റ് എഫിഷ്യന്റ് എന്ന് പറയുന്നത്. അതായത് എ ഡാറ്റ മാർട്ട് ടിപ്പിക്കലി only incurs a fraction of the cost of a data warehouse. Then simplified data access.
ഡേറ്റ മാർട്ട് only hold a small subset of data. ഡേറ്റ മാർട്ട് ഒരു ഡേറ്റയുടെ ഒരു സബ്സെറ്റിനെയല്ലേ അവിടെ ഹോൾഡ് ചെയ്യുന്നത്. സോ യൂസേഴ്സ് ആർ ക്വിക്ലി റിട്രീവ് ദി ഡേറ്റ. അതുകൊണ്ട് നമുക്ക് ആ ഡേറ്റ മാർട്ടിൽ നിന്നും പെട്ടെന്ന് ഡേറ്റയെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ ക്വിക്കർ ആക്സസ് ടു ഇൻസൈറ്റ്. Intuition gained from a data warehouse supports strategic decision making at the enterprise level, which impact the entire business. എന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റ വെയർഹൗസിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിച്ച സപ്പോർട്ട് കൊണ്ട് എന്റർപ്രൈസ് ലെവലില് നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റും. അതായത് ഡേറ്റ വെയർഹൗസിൽ നിന്ന് നമുക്ക് ലഭിച്ച ഒരു സപ്പോർട്ട് കൊണ്ട് നമുക്ക് ഒരു എന്റർപ്രൈസ് ലെവലിൽ നിന്നുകൊണ്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും ഏത് ഡേറ്റ മാർട്ട് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ സിംപിളർ ഡേറ്റ മെയിൻ്റെനൻസ്. ഡേറ്റയെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതായത് ഡേറ്റ വെയർഹൗസ് ഹോൾഡ്സ് എ വെൽത്ത് ഓഫ് ബിസിനസ് ഇൻഫോർമേഷൻ. ഇറ്റ് ഈസ് ലെസ് ക്ലട്ടർ ആൻഡ് ഈസിയർ മെയിൻറ്റെയിൻസ്. അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ് ഏത് ഡേറ്റ മാർട്ട്. കാരണം ഒരു ഡേറ്റ വെയർഹൗസിന് ഒരു സബ്സെറ്റ് അല്ലേ ഉള്ളൂ. അപ്പൊ പിന്നെ അത് ഇച്ചിരി ഭാഗമുള്ള പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈസി ആയിട്ട് ആക്സസ് ചെയ്യുന്നതിനും ഒരു പ്രശ്നവും പിന്നെ ഈസിയർ ആൻഡ് ഫാസ്റ്റർ ഇംപ്ലിമെന്റേഷൻ അല്ലെ. അത് സിഗ്നിഫിക്കന്റ് ആയിട്ട് നമുക്ക് ഈസി ആയിട്ടും എന്നാൽ ഫാസ്റ്റ് ആയിട്ടും അതിനെ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ദാറ്റ് ഈസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. അതാണ് ഡേറ്റ മാർട്ടിന്റെ ബെനിഫിറ്റ്സ് പറയുന്നത്. നെക്സ്റ്റ് ഹെഡിങ് പറയുന്നത് നമുക്ക് ടൈപ്പ് ഓഫ് ഡേറ്റ മാർട്ട്. ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റ മാർട്ടുകളുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ നിന്ന് ഒരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. ഡേറ്റ മാർട്ട് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അതിന്റെ ടൈപ്പ് എന്താണ്, അതിന്റെ സ്ട്രക്ചർ എന്താണ്, അതിന്റെ ഡിസൈൻ എന്താണ് അല്ലെ. ഇതെല്ലാം കൂടെ കൂട്ടി വേണമെങ്കിൽ ഷോർട്ട് എസ്സേ ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഏതൊക്കെ തരത്തിലുള്ള ഡേറ്റ മാർട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ടും ഉണ്ട്, ഇൻഡിപെൻഡന്റ് ഡേറ്റ മാർട്ടും ഉണ്ട്, ഹൈബ്രിഡ് ഡേറ്റ മാർട്ടും ഉണ്ട്. അങ്ങനെ 3 തരത്തിലുള്ള ഡേറ്റ മാർട്ടുകളുണ്ട്. ഡിപ്പെൻഡന്റ് എല്ലാ അതിനകത്തെ പേരിനകത്ത് തന്നെ മീനിങ് ഉണ്ട്. ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട്സ് ആർ പാർട്ടീഷണൽ സെഗ്മെന്റ്സ് വിത്ത് ആൻ എന്റർപ്രൈസ് വിത്തിൻ ആൻ എന്റർപ്രൈസ് ഡേറ്റ വെയർഹൗസ്. അതായത് ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട് എന്ന് പറഞ്ഞാൽ are partitioned segments within an enterprise data warehouse. This top-down approach begins with the storage of all business data in one central location. അതായത് ഇതിന് നമുക്ക് ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട് നമുക്ക് ഓൾസോ നോൺ ടോപ്പ് ഡൗൺ അപ്രോച്ച് എന്ന് പറയാൻ പറ്റും. നമ്മൾ ഇന്നലെ ടോപ്പ് ഡൗൺ അപ്രോച്ച് പറഞ്ഞതാ. അതായത് ഒരു എന്റർപ്രൈസിനുള്ളിൽ പാർട്ടീഷൻ ചെയ്ത ഡേറ്റ കാണുമല്ലോ, ആ ഡേറ്റയുടെ കലവറയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട് എന്ന് പറയുന്നത്. ഒരു ഡേറ്റാബേസിനുള്ളിൽ പാർട്ടീഷൻ ചെയ്ത ഡേറ്റ കാണാം, ആ ഡേറ്റാബേസിന്റെ ഒരു സോഴ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡന്റ് ഡേറ്റ, അതായത് അതിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുമല്ലോ നിൽക്കുന്നത്, ആ ഡിപ്പെൻഡന്റ് ഡേറ്റ മാർട്ട് എന്ന് പറയുന്നത്. ഇനി ഇൻഡിപെൻഡന്റ് ഡേറ്റ മാർട്ട് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ഡേറ്റ മാർട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ആക്ട് ആസ് എ സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ആൻഡ് ഡസ് നോട്ട് റിലേ ഓൺ എ ഡേറ്റ വെയർഹൗസ്. അതായത് ഒറ്റപ്പെട്ട സംവിധാനവുമായിട്ട് പ്രവർത്തിക്കുന്ന ഡേറ്റ ആയിട്ട് അത് ഇൻഡിപെൻഡന്റ് എന്ന പേര് തന്നെ മീനിങ് ഉണ്ട്. ഇൻഡിപെൻഡന്റ് ഡേറ്റ മാർട്ട് അതായത് അവിടെ അനലിസ്റ്റ്സ് ക്യാൻ എക്സ്ട്രാക്ട് ഡേറ്റ ഓൺ എ പർട്ടിക്കുലർ സബ്ജക്ട്. അതായത് അനലൈസിന് ഇവിടെ നിന്ന് ഡേറ്റ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും, എന്നൊരു ഏതാണ് സബ്ജക്ട് ആ ഒരു സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് മാത്രം, പർട്ടിക്കുലർ സബ്ജക്റ്റിൽ നിന്നുകൊണ്ട് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതിന് ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ ഹൈബ്രിഡ് നമ്മൾ ടൈം കേൾക്കുന്നതാണ് അല്ലെ. ദിസ് കോമ്പിനേഷൻ ഓഫ് ദീസ് ടു ഡിപ്പെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് കോമ്പിനേഷൻ കമ്പൈൻ ഡേറ്റ ഫ്രം എക്സിസ്റ്റിംഗ് ഡേറ്റ വെയർഹൗസ് ആൻഡ് അതർ ഓപ്പറേഷണൽ സോഴ്സസ്. രണ്ടിന്റെ കൂടെ കോമ്പിനേഷൻ ആണ് നമ്മൾ, അതായത് ഡിപ്പെൻഡന്റുമാണ് ഇൻഡിപെൻഡന്റും ആയിട്ടുള്ള വരും. അങ്ങനെ വരുന്നതിന് നമുക്ക് കമ്പൈൻഡ് ഡേറ്റ മാർട്ട് എന്ന് പറയാൻ പറ്റും. അപ്പൊ ടൈപ്സ് ഓഫ് ഡേറ്റ മാർട്ടും ഒക്കെ അല്ലേ. നെക്സ്റ്റ് നമുക്ക് സ്ട്രക്ചർ ഓഫ് ഡേറ്റ മാർട്ട് നോക്കാം. സ്ട്രക്ചർ, അതിന് പലതരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ട്. നമുക്ക് നോക്കാം. അതായത് സ്റ്റാർ, സ്നോഫ്ലേക്ക്, വോൾട്ട്, അങ്ങനെ 3 തരത്തിലുള്ള സ്ട്രക്ചർ ഉണ്ട്. അത് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ എന്നൊക്കെ പറയും പഠിക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് അത് സ്ട്രക്ചർ എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ. ഡേറ്റ മാർട്ട് ഈസ് എ സബ്ജക്ട് ഓറിയന്റഡ് റിലേഷണൽ ഡേറ്റാബേസ്. സബ്ജക്ട് ഓറിയന്റഡ് റിലേഷണൽ ഡേറ്റാബേസ് ആണ് that stores transactional data in rows and columns which makes easy to access, organize and understand. എന്ന് പറഞ്ഞാൽ ഡേറ്റ മാർട്ട് എന്ന് പറഞ്ഞാൽ ഒരു സബ്ജക്ട് ഓറിയന്റഡ് റിലേഷണൽ ഡേറ്റാബേസ് ആണ്. അവിടെ നമുക്ക് ട്രാൻസാക്ഷണൽ ഡേറ്റയെ സ്റ്റോർ ചെയ്യുന്ന റോയും കോളവുമായിട്ടായിരിക്കും. എന്നാൽ നമ്മൾ റോയും കോളവും ഡേറ്റ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാനും പറ്റും, നമുക്ക് മനസ്സിലാക്കാനും ഓർഗനൈസ് ചെയ്യാനും എല്ലാം പറ്റും. ഇങ്ങനെയുള്ള ഈ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ 3 കമ്പോണൻസ് പറയാം. സ്റ്റാർ എന്ന് പറഞ്ഞാൽ സ്റ്റാർ സ്കീമ ഈസ് എ ലോജിക്കൽ ഇൻഫോർമേഷൻ ഓഫ് ടേബിൾസ് ഇൻ എ മൾട്ടി ഡയമെൻഷണൽ ഡേറ്റാബേസ് ദാറ്റ് റീഅസംബിൾസ് ഇൻ എ സ്റ്റാർ ഷേപ്പ്.
ഒരു സ്റ്റാർ ഷേപ്പില് മൾട്ടി ഡയമെൻഷൻ, സ്റ്റാർ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മളിപ്പോ സ്റ്റാർ നെറ്റ്വർക്ക് ഒക്കെ പഠിച്ചിട്ടുണ്ട്. നെറ്റ്വർക്ക് നിങ്ങൾ കഴിഞ്ഞ സെമിനൊക്കെ പഠിച്ചു കാണുമല്ലോ. അപ്പൊ സ്റ്റാർ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഒരു ഹബ്ബ്, സൈഡിലോട്ടെല്ലാം പല കമ്പ്യൂട്ടർ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക സ്റ്റാർ ഷേപ്പിൽ എന്ന് പറയുന്നത് പോലെ. സ്റ്റാർ ഷേപ്പില് നിൽക്കും, എന്നാൽ പല ഡയമെൻഷനിലോട്ട് ഡാറ്റാബേസുകൾ അല്ലെ ടേബിളുകൾ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. ടേബിൾ എന്ന് ഇപ്പോൾ ഓർക്കുക, സെന്ററിൽ ഒരു ടേബിൾ കാണും, ഒരു മെയിൻ ആയിട്ട് ടേബിൾ കാണും. ആ ടേബിൾ പല ടേബിളുമായിട്ട് ഫോറിൻ കീ, പ്രൈമറി കീ കൺസെപ്റ്റിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അങ്ങനെ അതായത് ലോജിക്കൽ ഇൻഫോർമേഷൻസ് ആയിരിക്കും അവിടെ വരുന്നത്. അതായത് മൾട്ടി ഡയമെൻഷണൽ ഡേറ്റയിലെ ടേബിൾസിന്റെ ലോജിക്കൽ ഫോർമേഷൻ ആണ് സ്റ്റാർ സ്കീമ. There is no dependency between dimension tables. Also, star schema requires fewer joins when writing queries. അതായത് അവിടെ നമുക്ക് അതിനകത്ത് ഫിഗർ ഇനി പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ നമുക്കൊന്നുകൂടെ സ്റ്റാർ സ്കീമയെ കുറിച്ച് പറയാം. ദെൻ സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറഞ്ഞാല് സ്റ്റാർ സ്കീമയുടെ ലോജിക്കൽ എക്സ്റ്റൻഷൻ ആണ് സ്നോഫ്ലേക്ക്. അതായത് സ്റ്റാർ സ്കീമയെക്കാളും കുറച്ചും കൂടെ മറ്റ് രണ്ട് ലോജിക്കൽ ആണ് ഇതും. സ്നോഫ്ലേക്ക് സ്കീമ ഇസ് എ ലോജിക്കൽ എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റാർ സ്കീമ. The dimension tables are normalized to protect data integrity and minimize data redundancy. അതായത് അവിടെ കുറെ ടേബിളുകളുണ്ട്. അതായത് ഫാക്ട് ടേബിള്, ഡയമെൻഷൻ ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറെ ടേബിളുകളുണ്ട്. ആ ടേബിളുകളിൽ എന്തായിരിക്കും, ഡേറ്റയെ നോർമലൈസ് ചെയ്തായിരിക്കും കിടക്കുന്നതിന്. എന്നിട്ട് ഡേറ്റയുടെ ഇന്റഗ്രിറ്റിയും ഡേറ്റ റിഡൻഡൻസിയും ഒക്കെ കുറയ്ക്കുന്നത്. ഡേറ്റയുടെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി നിലനിർത്തും. അതുപോലെ ഡേറ്റ റിഡൻഡൻസി എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡേറ്റ, റെപ്പിറ്റേഷൻ ഓഫ് ഡേറ്റ നമുക്ക് പറയാൻ പറ്റും റിഡൻഡന്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതെല്ലാം അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡേറ്റയെ നോർമലൈസ് ചെയ്തിടാൻ പറ്റും സ്നോഫ്ലേക്ക് സ്ട്രക്ചർ ആണെങ്കിൽ. അതായത് when this method requires less space to store dimension table, it is a complex structure that is difficult to maintain. The main benefit is Snowflake schema is low demand on disk space, but the caveat is a negative impact അഡീഷണൽ ടേബിൾസ്. അതായത് ഇതിനകത്ത് കുറെ ഡ്രോബാക്കും പ്രോസും കോൺസും പറയുന്നുണ്ട്. ചെറിയ ഡിസ്ക് സ്പേസ് കുറച്ച് മതി, പക്ഷേ അഡീഷണൽ ടേബിൾസുകൾ വേണം എന്നാണ് പറയുന്നത്. അതായത് ഡിസ്ക് കുറച്ച് മതി, പക്ഷേ നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയാൻ അഡീഷണൽ ടേബിൾസ് വേണം സ്നോഫ്ലേക്ക്. ഇനി വോൾട്ട് എന്ന് പറയുന്നത് വേറൊരു സ്ട്രക്ചർ ഉണ്ട്. വോൾട്ട്, ഡേറ്റ വോൾട്ട് ഈസ് എ മോഡേൺ ഡേറ്റാബേസ് മോഡേൺ ടെക്നിക്. അതായത് പുതിയതായിട്ട് ഇപ്പം നമ്മൾ ഈ സ്റ്റാർ സ്കീമയും അതുപോലെ സ്റ്റാർ സ്കീമയും സ്നോഫ്ലേക്ക് സ്കീമയൊക്കെ കേട്ടിട്ടുണ്ട്, നിങ്ങൾ BCA ഒക്കെ ആണെങ്കിലും പഠിച്ചിട്ടുണ്ട്. പക്ഷെ വോൾട്ട് എന്ന് പറയുന്ന ഒരു പുതിയ ടൈപ്പ് ഓഫ് ഡാറ്റ മോഡലിംഗ് ടെക്നിക്കാണ്. ദാറ്റ് എനേബിൾസ് IT പ്രൊഫഷണൽ ടു ഡിസൈൻ അജൈൽ എന്റർപ്രൈസസ് ഡാറ്റ വെയർഹൗസ്. അതായത് IT മേഖല ഇപ്പം എന്തായിരിക്കും ഒന്ന് പ്രവർത്തനക്ഷമമാക്കാൻ യൂസ് ചെയ്യുന്ന മോഡേൺ ഡാറ്റാബേസ് മോഡലിംഗ് ടെക്നിക്കാണ് ഡാറ്റ വോൾട്ട്. IT മേഖല എനേബിൾ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ യൂസ് ചെയ്യുന്ന ഒരു മോഡേൺ ഡാറ്റാബേസ് മോഡലിംഗ് ടെക്നിക്കാണ്. അതിന് ഹൈ ഫ്ലെക്സിബിലിറ്റി ആയിരിക്കും, അജിലിറ്റി, സ്കെയിലബിലിറ്റി ഇതെല്ലാം ഹൈ ആയിരിക്കും എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത്രയാണ് അതിന്റെ സ്ട്രക്ചർ പറയുന്നത്. ഇനി ഡിസൈൻ ഓഫ് ദി ഡാറ്റ മാർട്ട്, എങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്? അതായത് ഡാറ്റ മാർട്ട് ഗൈഡ് ഇമ്പോർട്ടന്റ് ബിസിനസ് ഡിസിഷൻസ് അറ്റ് department level. For example, a marketing team may be use data mart to analyze customers' behavior, while sales staff could see data mart to compile quarterly sales report. അതായത് ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഡാറ്റ മാർട്ടുകൾ പ്രധാനപ്പെട്ട ബിസിനസ് തീരുമാനങ്ങളാണ് നയിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു മാർക്കറ്റിംഗിലാണെങ്കിലും എന്തായിരിക്കും, ഒരു മാർക്കറ്റിംഗ് മേഖലയിലാണ് കസ്റ്റമറിന്റെ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്യും. അതായത് ഇപ്പൊ നമുക്കറിയാം, നമ്മളൊരു കടയുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സാധനം നമ്മൾ എടുത്തു വെച്ചാൽ ആ സാധനം തന്നെ ആൾക്കാർ ചോദിച്ചുകൊണ്ട് വരുവാണെങ്കിൽ പിന്നെ ആ സാധനം എടുത്തു വെക്കില്ലേ. അപ്പൊ കസ്റ്റമർ ബിഹേവിയർ മനസ്സിലാക്കിക്കൊണ്ട്. പിന്നെ സ്റ്റാഫ് ആണെങ്കിലോ, സ്റ്റാഫ് കുഡ് യൂസ് ഡാറ്റ മാർട്ട് ടു കമ്പൈൽ ക്വാർട്ടർലി സെയിൽ റിപ്പോർട്ട്, അല്ലെ? ക്വാർട്ടർലി 3 മാസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴോ സെയിൽ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്തെടുക്കുന്നു. എങ്ങനെയൊക്കെ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്ത് വെക്കാം എന്നാണ് പറയുന്നത്. അതായത് ഫോളോയിങ് സ്റ്റെപ്സ്: എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഗാദറിംഗ്, ബിൽഡ്, കൺസ്ട്രക്ട്, പോപ്പുലേറ്റ് ഓർ ഡാറ്റ ട്രാൻസ്ഫർ, ഡാറ്റ ആക്സസ് ആൻഡ് മാനേജ്. ഇങ്ങനെ ഇത്രയും 4-5 രീതിയിൽ നമുക്ക് ഈ ഡാറ്റ മാർട്ട് ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റും. ഫസ്റ്റ് വൺ, എസെൻഷ്യൽ റിക്വയർ ഗാദറിംഗ്. എസെൻഷ്യൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ക്രിയേറ്റ് റോബസ്റ്റ് ഡിസൈൻ. ഡിസൈനിങ് നല്ലതായിരിക്കണം. അതായത് ഇറ്റ് കോർപ്പറേറ്റ്സ് involved in this phase include collecting the corporate and technical requirements, identifying data sources, choosing a suitable data subset, and designing the logical layout.
ആൻഡ് ഫിസിക്കൽ സ്ട്രക്ചർ. അതായത് ലോജിക്കൽ ലേഔട്ടും ഫിസിക്കൽ സ്ട്രക്ചറും, അതായത് ഫിസിക്കലി അതെങ്ങനെയായിരിക്കും, ലോജിക്കലി അതെങ്ങനെ കണക്ട് ചെയ്തിരിക്കണം, അതൊരു മെയിൻ ആണ് ഡാറ്റ മാർട്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡിസൈനിങ് ഒരു റോബസ്റ്റ് ആയിരിക്കണം എന്ന് പറയുന്നത്. പിന്നെ ബിൽഡ് കൺസ്ട്രക്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് കൺസ്ട്രക്ട് ഇറ്റ്. ദിസ് ഇൻക്ലൂഡ്സ് ക്രിയേറ്റിംഗ് ദി ഫിസിക്കൽ ഡാറ്റാബേസ് ആൻഡ് ലോജിക്കൽ സ്ട്രക്ചേഴ്സ്. കൺസ്ട്രക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഫിസിക്കലായിട്ട് ഡാറ്റാബേസ് വേണമല്ലോ, അല്ലെ? ഡാറ്റാബേസ് വേണം, അതിനെ നമ്മൾ ലോജിക്കലി സ്ട്രക്ചറും വേണം. അതായത് നമ്മളിപ്പോൾ നമുക്കറിയാം, നമ്മൾ ടേബിൾ ക്രിയേറ്റ് ചെയ്യുവാണെങ്കിൽ ആ ടേബിളിൽ ഏതൊക്കെ ഫീൽഡ് നെയിംസ് വേണം, അല്ലെങ്കിൽ ഇൻഡെക്സ് വേണം, കൺട്രോൾസ് വേണം, പ്രൈമറി കീ സെക്കൻഡറി കീ വേണം എന്നൊക്കെ നമ്മൾ ഐഡന്റിഫൈ SQL ഒക്കെ ചെയ്യുമ്പോൾ ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ നല്ല രീതിയിൽ നമ്മൾ ഇതിനെ ബിൽഡ് ചെയ്യണം, അല്ലെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കണം. പിന്നെ തേർഡ് പോയിന്റ് പറയുന്നത് പോപ്പുലേറ്റ് ചെയ്യണം, ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ദി നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് പോപ്പുലേറ്റ് ദി മാർട്ട്, വിച്ച് മീൻസ് ട്രാൻസ്ഫറിങ് ഡാറ്റ ഇൻ ടു ഇറ്റ്. അതായത് യു ക്യാൻ ഓൾസോ സെറ്റ് ദി ഫ്രീക്വൻസി ഓഫ് ഡാറ്റ ട്രാൻസ്ഫർ സച്ച് ആസ് ഡെയിലി ഓർ വീക്കിലി. ഡാറ്റ ഇങ്ങനെ വരുന്ന ഡാറ്റ ഒന്നെങ്കിൽ ഡെയിലി അല്ലെങ്കിൽ വീക്കിലി ഇതിനെ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരിടത്തോളം നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണമല്ലോ, അല്ലേ? അതായത് ഹിസ്റ്റോറിക്കൽ ഡാറ്റ എപ്പോൾ വേണമെങ്കിലും ആവശ്യമായിട്ട് വരാൻ നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ ഹിസ്റ്റോറിക്കൽ ഡാറ്റ വരണമെന്നുള്ളതുകൊണ്ട് ഇങ്ങനെ വരുന്ന ഡാറ്റയെ നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്ത് വെക്കുക. പിന്നെ ഡാറ്റ ആക്സസ്. ഡാറ്റ ആക്സസ് എന്ന് പറയുമ്പോൾ ഡാറ്റ ആക്സസ് ചെയ്യുന്നത്, അതായത് കൊറിയോ ഫോട്ടോഗ്രാഫോ ഒക്കെ യൂസ് ചെയ്യും. ഇൻ ദിസ് സ്റ്റെപ്പ് ഡാറ്റ ലോഡ് ഇൻ ദി ഡാറ്റ മാർട്ട് ഈസ് യൂസ്ഡ് ബൈ കൊറിയിങ്, ജനറേറ്റിംഗ് റിപ്പോർട്ട്, ഗ്രാഫ് ആൻഡ് പബ്ലിഷിംഗ്. ലാസ്റ്റ് വൺ പറയുന്നത് മാനേജിങ്. ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻവോൾവ്സ് മാനേജ്മെന്റ് ഓഫ് ഒബ്സർവേഷൻ, കൺട്രോളിംഗ് ഓൺഗോയിങ് യൂസേഴ്സ് ആക്സസ്. അതായത് ഇപ്പൊ നിലവിലുള്ള യൂസേഴ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്യുക, അതായത് മാനേജ് ചെയ്യുക. ഒപ്റ്റിമൈസേഷൻ ആൻഡ് റിഫൈൻമെന്റ് ഓഫ് ദി ടാർഗറ്റ് സിസ്റ്റം ഫോർ ഇംപ്രൂവ്ഡ് പെർഫോമൻസ്. അതായത് നമ്മുടെ പെർഫോമൻസ് കൂട്ടാൻ വേണ്ടി നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക, അതായത് അതിനെ നിർണ്ണയിക്കുക എങ്ങനെ ചെയ്യണം, നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. പിന്നെ അഡീഷൻ ആൻഡ് മാനേജ്മെന്റ് ഓഫ് ന്യൂ ഡാറ്റ ഇൻ ദി റെപ്പോസിറ്ററി. അതായത് നമ്മൾ പുതിയതായിട്ട് വരുന്ന ഈ റെപ്പോസിറ്ററിയിലായിട്ട് നമ്മൾ പുതിയതായിട്ട് എന്താ ന്യൂ ഡാറ്റയെ നമ്മൾ ആഡ് ചെയ്ത് വെക്കണം. അതായത് എന്നിട്ട് അങ്ങനെ വരുമ്പോൾ അതിനെ അത് മാനേജ് ചെയ്യും കൂടെ ചെയ്യണം. പിന്നെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് കോൺഫിഗറിംഗ് റിക്കവറി സെറ്റിംഗ്സ് ആൻഡ് എൻഷുറൻസ് സിസ്റ്റം ആബിലിറ്റി ഇൻ ദി ഇവന്റ് ഓഫ് ഫെയിലർ. എന്തെങ്കിലും ഫെയിലർ വന്നാൽ നമുക്ക് റിക്കവർ ചെയ്തെടുക്കേണ്ടി വരും. അപ്പൊ അതും ആ രീതിയിലൊക്കെ ആയിരിക്കണം എങ്ങനെ ഡിസൈൻ ചെയ്ത് വെക്കണ്ടേ. മാനേജ്മെന്റ്, അതുപോലെ ട്രാൻസ്ഫർ, ഡാറ്റ ആക്സസ്, കൺസ്ട്രക്ഷന്, എസെൻഷ്യൽ റിക്വയർമെന്റ്സ് ഗാദറിങ്, ഇതെല്ലാം നോക്കിയായിരിക്കും ഇത് ഡാറ്റ മാർട്ടിന്റെ ഡിസൈനിങ് വേണം എന്നാണ് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഷോർട്ടസ്റ്റ് പ്രതീക്ഷിക്കാമല്ലോ, ആ രീതിയിൽ പഠിച്ചോണം. ഓക്കെ, അപ്പൊ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കഴിഞ്ഞു. നമുക്ക് യൂണിറ്റ് 3 മൂവ് ചെയ്യാം. ഡയമെൻഷണൽ മോഡലിംഗ്. യൂണിറ്റ് 3 സ്റ്റഡി മെറ്റീരിയൽ ഒക്കെ എടുത്ത് യൂണിറ്റ് 3 വേറെ ചിലപ്പം ടെക്സ്റ്റ് ആയിരിക്കത്തില്ലേ, അതോ ഒരു ടെക്സ്റ്റ് തന്നെയാണോ? അങ്ങനെയാണെങ്കിലും ഡയമെൻഷണൽ മോഡലിംഗ് എടുത്ത് വയ്ക്കുക. ഡയമെൻഷണൽ മോഡലിംഗ് എന്താ, നമുക്ക് 3.2 ഹെഡിങ്ങിലോട്ട് മൂവ് ചെയ്യാം. എന്താണ് ഡയമെൻഷണൽ മോഡലിംഗ്? ഡയമെൻഷണൽ മോഡലിംഗ് ഇസ് എ ഡാറ്റ മോഡൽ ഡിസൈൻ അഡോപ്റ്റഡ് വെൻ ബിൽഡിംഗ് എ ഡാറ്റ വെയർഹൗസ്. ഒരു ഡാറ്റ വെയർഹൗസ് ബിൽഡ് ചെയ്യാൻ നിർമ്മിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന ഡാറ്റ മോഡൽ ഡിസൈനിങ് ആണ് ഡയമെൻഷണൽ മോഡൽ. ഏത് ഡയമെൻഷൻ അല്ലെ? നമുക്കറിയാം സിംഗിൾ ഡയമെൻഷൻ ഉണ്ട്, മൾട്ടി ഡയമെൻഷൻ ഉണ്ട്, അതായത് സിംഗിൾ, നമ്മൾ അറേ ഒക്കെ സി ഒക്കെ പഠിക്കുമ്പോൾ അറേ കൺസെപ്റ്റ് ഒക്കെ പറയുമ്പോൾ സിംഗിൾ ഡയമെൻഷൻ അറേ ഉണ്ട്, അതുപോലെ 2 ഡയമെൻഷൻ അറേ ഉണ്ട്, മെട്രിക്സ്, ടേബിൾ ഓഫ് ഫോം, 3 ഡയമെൻഷൻ ഉണ്ട്, ക്യൂബ് ഫോം ഉണ്ട്, അതൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പം ഇവിടെ ഡയമെൻഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ഡാറ്റ നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഡാറ്റ മോഡൽ ഡിസൈനിങ് ആണ് ഡയമെൻഷണൽ മോഡൽ. A data model is a representation of data. A data model is a representation of how data stored in a database. ഒരു ഡാറ്റാബേസിൽ എങ്ങനെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. And it is usually a diagram of a few tables and relationship that exist between them. അപ്പം എങ്ങനെയാണ് അതിനകത്ത് കുറെ ടേബിൾസുകളും റിലേഷൻഷിപ്പും ഒക്കെ വന്നിരിക്കുന്നത് എന്നതിന് ദിസ് മോഡലിംഗ് ഇസ് ഡിസൈൻ ടു റീഡ്, summarize and compute some numeric data from a data warehouse.
അതായത് എ ഡാറ്റ മോഡൽ ഈസ് എ റെപ്രസെന്റേഷൻ ഓഫ് ഹൗ ഡാറ്റ ഇസ് സ്റ്റോർഡ് ഇൻ എ ഡാറ്റാബേസ്. എങ്ങനെയാണ് ഡാറ്റാബേസുകൾ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതെന്ന് യൂഷ്വലി എ ഡയഗ്രാം ഓഫ് ഫ്യൂ ടേബിൾസ് ആൻഡ് റിലേഷൻഷിപ്പ് ദാറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ദം. അപ്പൊ ആ ഡാറ്റാബേസിനകത്ത് കുറെ ടേബിൾസുകളും തമ്മിലുള്ള കണക്ഷൻസും കാണുമെന്നും. ഈ മോഡൽ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? റീഡ്, സമ്മറൈസ് ആൻഡ് കമ്പ്യൂട്ട്. നമുക്കത് എടുക്കണം, അതിനെ ഒന്ന് അനലൈസ് ചെയ്യണം, അല്ലെ കമ്പ്യൂട്ട് ചെയ്യണം. ന്യൂമറിക് ഡാറ്റ ഫ്രം എ ഡാറ്റ അല്ലെ, ഇങ്ങനെയുള്ള ഡാറ്റയെ നമുക്ക് അനലൈസ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും നമ്മളത് യൂസ് ചെയ്യുന്നതെന്നുമാണ് ഡാറ്റ മോഡൽ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. The main objective of dimensional modeling is to provide an easy architecture for the end users to write queries and also to reduce the number of relationship between the tables and dimensions, hence providing efficient query handling. ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഡയമെൻഷൻ മോഡലിന്റെ ഈസി ആർക്കിടെക്ചർ ഫോർ എൻഡ് യൂസേഴ്സ് ടു റൈറ്റ് ക്വറീസ്. നമുക്ക് ഇപ്പൊ നമ്മളെ എൻഡ് യൂസറിന് ഈസി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രക്ചർ വേണം, അതിലെ ആർക്കിടെക്ചർ വേണം കൊണ്ടുവരാനെന്ന്. എന്നാലേ ഉള്ളൂ ടു റെഡ്യൂസ് നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് ആൻഡ് ഡയമെൻഷൻ. എങ്കിലേ നമുക്ക് ടേബിളിന്റെയും ഡയമെൻഷൻസിന്റെ എണ്ണങ്ങൾ കുറയ്ക്കാൻ പറ്റത്തുള്ളൂ. അതായത് എന്തിനായിരിക്കും അത്? ഫോർ പ്രൊവൈഡിങ് എഫിഷ്യന്റ് ക്വറി ഹാൻഡ്ലിങ്. ക്വറി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി, എഫിഷ്യന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഇതെല്ലാം നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. ദി കൺസെപ്റ്റ് വാസ് ഡെവലപ്ഡ് ബൈ റാൽഫ് കിംബാൾ. നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സയന്റിസ്റ്റ് ആയ റാൽഫ് കിംബാൾ ആണ് ഈ ഒരു കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തത്. ടോപ്പ് ഡൗണും ബോട്ടം അപ്പും ഒക്കെ ഇന്നലെ പറഞ്ഞല്ലോ. ഇറ്റ് ഹാസ് ഫാക്ട് ആൻഡ് ഡയമെൻഷൻ ആസ് ഇറ്റ് ടു ഇമ്പോർട്ടന്റ് മെഷേഴ്സ്. ഇതിനകത്ത് രണ്ട് മെഷർമെന്റ് ഉണ്ട്, ഫാക്റ്റും അതുപോലെ ഡയമെൻഷനും. ദി ട്രാൻസാക്ഷൻ റെക്കോർഡ് ഇസ് ഡിവൈഡഡ് ഇൻടു ഐദർ ഫാക്ട് which consists of business numerical transaction data or dimension, which are the reference information that gives context to the fact. The main objective of dimension modeling is to provide easy architecture for end user to write queries. അതായിരിക്കണം നമ്മുടെ മെയിൻ ഒബ്ജക്റ്റീവ്. ഡയമെൻഷൻ മോഡലിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയാൻ എന്തായിരിക്കണം? ഈസി ആയിട്ടുള്ള ആർക്കിടെക്ചർ ആയിരിക്കണം എൻഡ് യൂസേഴ്സിന് ക്വറി ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയുള്ള. അപ്പോൾ ഓൾസോ ഇറ്റ് വിൽ റെഡ്യൂസ് ദി നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടേബിൾസ് ആൻഡ് ഡയമെൻഷൻസ്, ഹെൻസ് പ്രൊവൈഡിങ് എഫിഷ്യന്റ് ക്വറി ഹാൻഡ്ലിംഗ്. അപ്പം എഫിഷ്യന്റ് ആയിട്ട് ക്വറി ഹാൻഡിൽ ചെയ്യുക, ഇതിന്റെയൊക്കെ എണ്ണങ്ങൾ കുറയ്ക്കുക. അപ്പൊ ഫാക്ട് ആൻഡ് ഡയമെൻഷൻ എന്ന് പറയുന്ന രണ്ട് കൺസെപ്റ്റ് ഇവിടെ പറയുന്നുണ്ട്. കീ ഫീച്ചേഴ്സ് ഓഫ് ഡയമെൻഷണൽ ഹാൻഡ്ലിംഗ്. എന്തൊക്കെയാണ് കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ പറയുന്നത് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, പിന്നെ പ്രൊമോട്ട് ഡാറ്റ ക്വാളിറ്റി, ഒപ്റ്റിമൈസ് പെർഫോമൻസ്. രണ്ടു പോയിന്റ് കൂടെ ഉണ്ട്. ഫസ്റ്റ് നമുക്ക് ഈസി ടു അണ്ടർസ്റ്റാൻഡ്, അതായത് ഡയമെൻഷൻ മോഡലിംഗ് നമ്മളിപ്പോൾ ഒരു ആർക്കിടെക്ചർ ഒക്കെ ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മളത് എൻഡ് യൂസേഴ്സിന് ഈസി ആയിട്ട് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇറ്റ് ഹെൽപ്സ് ഡെവലപ്പേഴ്സ് ക്രിയേറ്റ് ആൻഡ് ഡിസൈൻ ഡാറ്റാബേസ് ആൻഡ് സ്കീമാസ് ഈസിലി ഇന്റർപ്രറ്റഡ് ടു ബിസിനസ് യൂസേഴ്സ്. അതായത് ഡെവലപ്പേഴ്സിന് എളുപ്പത്തിൽ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും പറ്റും. അപ്പൊ അവിടെ ഈ ഡയമെൻഷനും ഫാക്റ്റും ഒക്കെ എന്താണെന്നുള്ളത് റീഡ് ചെയ്യാനും മനസ്സിലാക്കാനും പറ്റിയിരിക്കണം. പിന്നെ പ്രൊമോട്ട് ഡാറ്റ ക്വാളിറ്റി, ഡാറ്റയുടെ ഗുണനിലവാരം കൂട്ടുകണം എന്ന് പറഞ്ഞാൽ ഡാറ്റ മോഡലിംഗ് സ്കീമാസ് എൻഫോഴ്സസ് ഡാറ്റ ക്വാളിറ്റി ബിഫോർ ലോഡിംഗ് ഇൻ ടു ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡേറ്റയുടെ ക്വാളിറ്റി എത്ര ടേബിൾ വന്നാലും ഡയമെൻഷൻ വന്നാലും ഡേറ്റയുടെ ക്വാളിറ്റി നിലനിർത്തുക. അതായത് ഡയമെൻഷൻ ആൻഡ് ഫാക്ട്സ് ആർ ടൈഡ് അപ്പ് by foreign keys that act as a constraint for referential integrity check to prevent fraudulent data from being loaded into schemas. എന്ന് പറഞ്ഞാൽ ഈ ഡയമെൻഷനും ഫാക്റ്റും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുക, ടൈഡ് അപ്പ്. എന്തുകൊണ്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്? ഫോറിൻ കീ യൂസ് വെച്ച് ബന്ധപ്പെട്ടിരിക്കുക. അപ്പൊ നമുക്ക് അവിടെ അതിന്റെ ഒരു റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തണം. അപ്പൊ നമുക്ക് ഫ്രോഡുലന്റ് ആയിട്ട് ഡേറ്റയൊക്കെ ലോഡ് ചെയ്ത് വരുന്നതൊക്കെ തടയാൻ പറ്റും. അതായത് അങ്ങനെ നമ്മൾ ഡാറ്റയുടെ ഗുണനിലവാരം മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ഒപ്റ്റിമൈസ് പെർഫോമൻസ്. ഡാറ്റ മോഡലിംഗ് ബ്രേക്സ് എ ഡാറ്റ ഇൻ ടു ഡയമെൻഷൻസ് ആൻഡ് ഫാക്ട്സ് ആൻഡ് ലിങ്ക് ദം വിത്ത് ഫോറിൻ കീ, thereby reducing the redundancy. ഡാറ്റ ടേബിളിനകത്ത് ഈ ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിളും വരുന്നത് കൊണ്ട്, ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിളും എന്താണെന്നൂടെ പറയാം. അത് വരുന്നത് കൊണ്ട് ഫോറിൻ കീ വെച്ചായിരിക്കും അവയെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ദെൻ അത് മുഖേന റിഡൻഡൻസി കുറയ്ക്കാൻ പറ്റുമെന്ന്. ഡാറ്റയുടെ റിഡൻഡൻസി
കുറയ്ക്കാൻ പറ്റും. അതായത് റെപ്പറ്റീഷൻ ഓഫ് ഡാറ്റ, അത് ഒരേപോലത്തെ ഡാറ്റ അങ്ങ് കയറാതെ the data is stored in the optimized form and hence occupies less storage and can be retrieved faster. അതായത് അപ്പം ഒരേപോലെ ഡാറ്റ വരാതെ റിഡണ്ടന്റ് ആകാതെ വരുമ്പോഴത്തേനും സ്റ്റോറേജ് സ്പേസ് കുറയും. ഇത് നമുക്ക് ഈസി ആയിട്ട് റിട്രീവ് ചെയ്തെടുക്കാനും പറ്റും. അത് ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്യുകയും അനലൈസ് ചെയ്യുകയും യൂസ് ചെയ്യുകയും അതിനുള്ള സ്പീഡും ഇഫക്റ്റീവ്നെസ്സും ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് ഓർഗനൈസേഷൻ ഡാറ്റ സ്റ്റേജിലെ ചേഞ്ചസ് വരുത്തുന്ന ഒരു രീതി ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഡാറ്റ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാം, അനലൈസ് ചെയ്യാം എന്നൊക്കെ യൂസ് ചെയ്യുന്നതിനൊക്കെയാണ് ഈ ഒപ്റ്റിമൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒപ്റ്റിമൈസേഷൻ കൂട്ടുക. നമ്മളിപ്പോൾ ഫോൺ എടുത്തു കഴിയുമ്പം മെമ്മറി ഒക്കെ കൂട്ടി കഴിയുമ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യുകയല്ലേ, അത് അനലൈസ് ചെയ്യുക. എന്തായിരിക്കും, എന്തുമാത്രം ഡാറ്റ ആയി, ബൾക്ക് ഡാറ്റയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലെ. യുവർ സിസ്റ്റം ഈസ് അല്ലെങ്കിൽ യുവർ ആപ്പ് ഈസ് ഒപ്റ്റിമൈസിങ് പറഞ്ഞ് കാണിക്കാറില്ലേ. പിന്നെ ഇറ്റ് റെഡ്യൂസസ് ദി നമ്പർ ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഡാറ്റ എലമെന്റ്സ്. പല എലമെന്റ്സുമായിട്ട് റിലേഷൻഷിപ്പ് അതായത് റെഡ്യൂസ് ചെയ്യണം. പിന്നെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് യൂസ് ടു സ്കീമ ഒപ്റ്റിമൈസ് ദി ക്വറി പെർഫോമൻസ്. അതായത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻസുകൾ യൂസ് ചെയ്യണം. ഇവിടെ ഡയമെൻഷൻ മോഡലിംഗിൽ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യണം. അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പഠിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഇത് പ്രോസസ് ഓഫ് കമ്പൈനിങ് മൾട്ടിപ്പിൾ റോസ് ഓഫ് ഡാറ്റ ഇൻ ടു എ സിംഗിൾ റോ. അതിന് നമ്മുടെ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് പല റോയിൽ കിടക്കുന്ന ഡേറ്റയെ നമ്മൾ ഒരു റോയിലോട്ട് കൊണ്ടുവരിക. ആ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് അഗ്രിഗേറ്റ്. അങ്ങനെയുള്ള ഫങ്ഷൻസ് അവിടെ യൂസ് ചെയ്യണം. അതായത് അതെന്തിനാന്ന് ചോദിച്ചാൽ റോയെ നമുക്ക് ഇപ്പൊ റോ ഡേറ്റയെ സ്റ്റാറ്റിസ്റ്റിക്സ് ആയിട്ട് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു സമ്മറി ഫോമിലാക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മൾ ഇങ്ങനെ അഗ്രിഗേറ്റ് ഫങ്ഷൻസ് യൂസ് ചെയ്യണമെന്ന് പറയുന്നത്. അതായത് വലിയ ഡേറ്റ എന്നുണ്ട്, അതിനകത്ത് നിന്ന് ആവറേജ് എടുക്കുക, അല്ലെ മിനിമം എടുക്കുക, മാക്സിമം എടുക്കുക, സം എടുക്കുക, കൗണ്ട് എടുക്കുക. നമ്മൾ ഡേറ്റ വൈസ് ഫംഗ്ഷൻസ് പഠിച്ചിട്ടില്ല അല്ലെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഫംഗ്ഷൻസ് അല്ലെ, അങ്ങനെയൊക്കെ വെച്ച് ഡേറ്റ അനലൈസ് ചെയ്തിരിക്കണം. അങ്ങനെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസും യൂസ് ചെയ്യണം. അങ്ങനെ ഇത്രയും കാര്യങ്ങളാണ് ഡയമെൻഷൻ മോഡലിംഗിന്റെ കീ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുന്നത്. നെക്സ്റ്റ്, സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഡയമെൻഷൻ മോഡലിംഗ്. ഏതൊക്കെ സ്റ്റെപ്സുകൾ വരാം? ദി ഫോളോയിങ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഡയമെൻഷൻ മോഡലിംഗ്. ഐഡന്റിഫൈ ബിസിനസ് ഒബ്ജക്റ്റീവ്സ്, ഐഡന്റിഫൈ ഗ്രാനുലാരിറ്റി, ഐഡന്റിഫൈ ഡയമെൻഷൻസ് ആൻഡ് ആട്രിബ്യൂട്ട്സ്, ബിൽഡ് ദി സ്കീമ. അങ്ങനെ 4 പ്രോസസ്സാണ് പറയുന്നത്. ആ ഫിഗർ ഒന്ന് നിങ്ങൾ നോക്കിയേ. സ്റ്റെപ്പ് 1, 2, 3, 4. അതായത് ഫസ്റ്റ് വൺ പറയുന്നത് ഐഡന്റിഫൈ ദി ബിസിനസ് ഒബ്ജക്റ്റീവ്സ്. അതായത് ഈ മോഡൽ ഷുഡ് ഡിസ്ക്രൈബ് വൈ, ഹൗ മച്ച്, വെൻ, വെയർ, ഹൂ ആൻഡ് വാട്ട് ഓഫ് യുവർ ബിസിനസ് പ്രോസസ്. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കണമെന്ന് കേട്ടോ. എപ്പോ, എങ്ങനെ, എവിടെ വെച്ച്, ആരെ, എന്ത്, എത്രമാത്രം ചെയ്യുന്നു, അതെല്ലാം അറിഞ്ഞിരിക്കണം എന്ന്. അപ്പൊ ഐഡന്റിഫൈ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാല് സെലക്ഷൻ the right business process to build a data warehouse and identify the business objectives in the first step of dimensional modeling. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിസിനസ് ഒബ്ജക്റ്റീവ്സിനെ മനസ്സിലാക്കി നമ്മളൊരു ഫസ്റ്റ് സ്റ്റെപ്പ് ഡയമെൻഷണൽ മോഡലിംഗ് ആണ് പറയുന്നത്. അതായത് ദിസ് is very important step, otherwise we can lead to repeated process and software defects. അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ആണ്. ഇത് ഐഡന്റിഫൈ ബിസിനസ് ഒബ്ജക്റ്റീവ്, ആ ബിസിനസിന്റെ ലക്ഷ്യങ്ങൾ എന്താന്നുള്ളത് ആ ഒരു മോഡലിംഗ് യൂസ് ചെയ്തുകൊണ്ട് അതുവരെ മനസ്സിലാക്കുക. സെക്കൻഡ് വൺ പറയുന്നത് ഐഡന്റിഫൈ ഗ്രാനുലാരിറ്റി. ഗ്രാനുലാരിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? അതായത് എത്രമാത്രം സൈസ് ഉണ്ടായിരിക്കുന്നു. സൈസ് ഇൻ വിച്ച് ഡാറ്റ ഫീൽഡ്സ് ആർ subdivided. Example നമുക്ക് നോക്കാം. For example, if there is some data month wise, so the table would contain details of all months in a year. Depends on a report to be submitted to be managed. This affects the size of data warehouse.
നമുക്ക് സൈസിനെ നമ്മൾ ഒരു 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 ഇത് തുടങ്ങുവാണെങ്കിൽ അവിടെ നമ്മൾ ഗ്രാനുലാരിറ്റി ഐഡന്റിഫൈ എന്ന് പറഞ്ഞാൽ എത്രമാത്രം സൈസിലായിരിക്കും ഡേറ്റ കൊടുക്കുന്നത്, അതായത് മന്ത് വൈസ് ആണോ, ഡെയിലി ആണോ, വീക്ക് വൈസ് ആണോ. അപ്പൊ അങ്ങനെ അത് ഡേറ്റ വെയർഹൗസിന്റെ സൈസിനെ അഫക്ട് ചെയ്യും. പിന്നെ 3 പറഞ്ഞ ഐഡന്റിഫൈ ഡയമെൻഷൻസ് ആൻഡ് ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാല് dimension of the data warehouse can be understood by the entities of the database, like items, products, data, date, stocks, times, etc. അതായത് ഒരു ഡാറ്റ വെയർഹൗസിന്റെ ഡയമെൻഷൻസിന് ആട്രിബ്യൂട്ട്സുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഐഡന്റിഫൈ ചെയ്യണമെന്ന്. അതായത് ആട്രിബ്യൂട്ട്സ് പറയാൻ നമുക്കറിയാം, നമ്മൾ ഫീൽഡ് നെയിംസ് ആണ് അല്ലെ, അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ ബിൽഡിംഗ് ദി സ്കീമ, database structures or arrangement of columns in a database table decide the schema. There are various popular schemas like star, snowflake, fact, constellation schema, etc. അതായത് ഒരു ഡേറ്റാബേസിന്റെ സ്ട്രക്ചറിൽ ടേബിൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. ഡേറ്റാബേസ് എല്ലാം ചെയ്യുന്ന ടേബിൾ വെച്ചാണ് ചെയ്യുന്നത്. ആ ടേബിളിന്റെ കോളത്തിന്റെ അറേഞ്ച്മെന്റ് ഡിസൈഡ് ചെയ്യുന്ന ഏതായിരിക്കും, സ്കീമയായിരിക്കും. ആ ഒരു ടേബിളിൽ എത്ര കോളംസ് വേണം, അതിന്റെ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും എന്ന് ഡെവലപ്പ് ചെയ്യുന്ന സ്കീമയായിരിക്കും. സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഡയമെൻഷൻസും ആട്രിബ്യൂട്ട്സും ഐഡന്റിഫൈ ചെയ്ത് നമുക്ക് സ്കീമ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഐഡന്റിഫൈ സിഗ്നിഫിക്കന്റ് ഡയമെൻഷൻസ് ആട്രിബ്യൂട്ട്സ് വുഡ് ഹെൽപ് ടു ബിൽഡ് സ്കീമ. നമുക്ക് നല്ല രീതിയിലായിട്ടുള്ള ഡയമെൻഷൻസും ആട്രിബ്യൂട്ട്സും ഒക്കെ നോക്കിക്കൊണ്ട് വേണം നമ്മൾ സ്കീമ ഡെവലപ്പ് ചെയ്യാൻ. 3.3 ഐഡന്റിഫൈങ് ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻസ്. നമുക്ക് എങ്ങനെയാണ് ഫാക്ട്സും ഡയമെൻഷൻസും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത്. അതായത് എന്താണ് ഫാക്ട്, എന്താണ് ഡയമെൻഷൻ. ഞാനിപ്പോ കുറച്ച് സമയമായിട്ട് ഫാക്ട് ഡയമെൻഷൻ ടേബിളിൽ പറയുന്നുണ്ടെങ്കിലും എന്താണെന്നൊരു കൺസെപ്റ്റിലോട്ട് നിങ്ങൾ വന്നില്ലെന്ന് എനിക്കറിയാം. അതായത് നമ്മൾ അത് ഇത്ര ഓർത്താൽ മതി. ഫാക്ട് ഈസ് ആൻ ഇവന്റ്. It measures which represents business items or transaction of items having associations and context data. അപ്പം ഒരു ഇവന്റ് ആയിരിക്കും ഫാക്ട്. അപ്പൊ ഫാക്ട് ടേബിൾ കാണും. Fact table contains a description of all the primary keys of the tables used in a business process, which act as a foreign key in the fact table. അതായത് ഫാക്ട് ടേബിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിനകത്ത് കുറെ പ്രൈമറി കീകളായിരിക്കും കാണുന്നത്. ആ പ്രൈമറി കീ എന്ന് പറയുന്നത് എന്തായിരിക്കും, വേറെ ഏതെങ്കിലും ടേബിളിലെ ഫോറിൻ കീ ആയിരിക്കും. അതായത് ഈ ഫാക്ട് ടേബിൾ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് ക്വാണ്ടിഫയബിൾ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും. ദാറ്റ് ഈസ് ഫാക്ട് ആയിരിക്കും. ഫാക്ട് ഒരു ബിസിനസ് പ്രോസസ്സിന് വേണ്ട ഫാക്ടുകളായിരിക്കും ഫാക്ട് ടേബിൾ സേവ് ചെയ്യുന്നത്. ഇത് എപ്പോഴും ഒരു ന്യൂമറിക് ഡേറ്റ അതിനകത്ത് വരത്തുള്ളൂ. അതിനകത്ത് ഫോറിൻ കീസുകൾ വരാം. ഇതിനകത്ത് ഹൈ ലെവൽ ഗ്രാനുലാരിറ്റി ചെയ്യുന്നുണ്ട്. അതായത് എന്താ, ക്യാപ്ചർ ഡീറ്റെയിൽ ഡേറ്റ ഓഫ് എ ട്രാൻസാക്ഷൻ ലെവലിന് വേണ്ടി നമ്മൾ ഹൈ ലെവൽ ഗ്രാനുലാരിറ്റി ചെക്ക് ചെയ്യുന്നുണ്ട് ഫാക്ട് ടേബിളിൽ. അതായത് സൈസ് നോക്കണം. ഗ്രാനുലാരിറ്റി എന്ന് പറഞ്ഞാൽ സൈസ് നോക്കണം. ഇത്രയാണ് ഒരു ഫാക്ട് ടേബിൾ വരേണ്ടത്. എന്തൊക്കെ വരണം ഒരു ഫാക്ട് ടേബിള്? ഫാക്ട് എന്ന് പറഞ്ഞ ഒരു ഇവന്റ് ആണെന്ന് പറഞ്ഞു. അതൊരു ബിസിനസ്സിലെ ഐറ്റത്തിനെയാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ബിസിനസ്സിലെ ഐറ്റത്തിലാണ് അവിടെ ന്യൂമറിക് ഡേറ്റ വരുന്നുള്ളൂ. അവിടെ എല്ലാം നമുക്ക് ഐഡികളായിരിക്കും വരുന്നത്. ഐഡി മീൻസ് സ്റ്റുഡന്റ് ഐ ഡി, രജിസ്ട്രേഷൻ ഐ ഡി, ഫീസ് ഐ ഡി, കോഴ്സ് ഐ ഡി, പ്രോഗ്രാം ഐ ഡി, അങ്ങനെയുള്ള ഐഡികളായിരിക്കും അവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഈ ഐഡികൾ എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും ടേബിളിൽ ഉണ്ടല്ലോ, അപ്പൊ അവിടെ നമുക്ക് ഫോറിൻ കീ ആയിട്ടും ആക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലായിരിക്കും ഫാക്ട് ടേബിള് വരുന്നത്. അതായത് ഇത്രയല്ലേ ഓർത്തത്, ഫാക്ട് ടേബിളിലെ എല്ലാ ടേബിളിലെയും പ്രൈമറി കീസ് കാണും ഫാക്ട് ടേബിളിൽ. ഇപ്പൊ എനിക്ക് സ്റ്റുഡന്റ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, മാർക്കീസ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, അഡ്രസ് എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്, ടീച്ചർ എന്ന് പറയുന്ന ടേബിൾ ഉണ്ട്. ഇതിനെല്ലാം കൂടെ കൂട്ടി ഞാനൊരു ഫാക്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചു, കോളേജ് എന്ന് പറഞ്ഞാൽ. ആ കോളേജ് എന്ന് പറയുന്ന ഫാക്ട് ടേബിളിനകത്ത് വരുന്ന കീസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡന്റ് ഐ ഡി കാണും, മാർക്ക് ഐ ഡി കാണും, ടീച്ചേഴ്സ് ഐ ഡി കാണും, അല്ലെ കോഴ്സ് ഐ ഡി കാണും. ഇത് പല ടേബിളിലുള്ള ഐ ഡികളല്ലേ, അതെല്ലാം കൂടെ ഏതായിരിക്കും ഈ ഒരു ഫാക്ട് ടേബിൾ വരും. അതായത് ഫാക്ട് ടേബിളിൽ എല്ലാ ടേബിളിലെയും പ്രൈമറി കീ കാണുന്ന ഓർത്തിരിക്കുക. ഈ ഡയമെൻഷൻ എന്ന് പറഞ്ഞാല് is a collection of data which describes one business dimension. Dimension decide the context background for fact. അതായത് ഡയമെൻഷൻസ് ഇപ്പം എന്തെങ്കിലും ഒരു വസ്തുക്കളുടെ
ബാക്ക്ഗ്രൗണ്ടിനെ തീരുമാനിക്കാനാണ്. എന്ന് പറഞ്ഞാല് ഡയമെൻഷൻസ് എസ്റ്റാബ്ലിഷസ് എ കോണ്ടെക്സ്റ്റ് ഓഫ് ദി ഫാക്ട്. The table stores fields that describe the fact. The data in the table are in a denormalized form. It contains large number of compared facts. അതായത് ഡയമെൻഷൻ ടേബിളിലായിരിക്കും എല്ലാ ഫീൽഡുകളും കാണുന്നത്. ഈ ടേബിള് നോർമലൈസ്ഡ് ഫോമിലുമായിരിക്കണം. അതാണ് ഡയമെൻഷൻ ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് എക്സാമ്പിൾ വെച്ച് തന്നെ അവിടെ പറയുന്നുണ്ട്. എക്സാമ്പിളിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്നുകൂടി ഐഡിയ കിട്ടും. എക്സാമ്പിൾ മനസ്സിലാക്കി പോകണം, കാരണം നമ്മൾ ഇനി മുന്നോട്ട് വരുമ്പോൾ കുറെ കാര്യങ്ങൾ അതിൽ നിന്ന് നോക്കാനുണ്ട്. എന്താണ് ഫാക്റ്റും അതുപോലെ ഡയമെൻഷൻ എന്നുള്ളത്. ഓക്കെ, ഇൻ ദി എക്സാമ്പിൾ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ കേസ് സ്റ്റഡി ഓഫ് എ പർട്ടിക്കുലർ കോഴ്സ് ഹാവ് ആട്രിബ്യൂട്ട്സ് ലൈക്ക് സ്റ്റുഡന്റ് ഐ ഡി, കോഴ്സ് ഐ ഡി, പ്രോഗ്രാം ഐ ഡി, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഫീ ഐ ഡി ഇൻ ഫാക്ട് ടേബിൾ. അതായത് നമുക്കൊരു സ്റ്റുഡന്റ് രജിസ്ട്രേഷന്റെ കേസ് സ്റ്റഡി എടുക്കുവാണെങ്കിൽ അതിനകത്തെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് സ്റ്റുഡന്റ് ഐ ഡി വരാം, കോഴ്സ് ഐ ഡി, പ്രോഗ്രാം ഐ ഡി, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഫീ ഐ ഡി, അതെല്ലാം ഫാക്ട് ടേബിളിൽ വരും. കോഴ്സ് സമ്മറി ക്യാൻ ഹാവ് കോഴ്സ് നെയിം, ഡ്യൂറേഷൻ ഓഫ് കോഴ്സ്. സ്റ്റുഡന്റ് ഇൻഫോർമേഷൻ കണ്ടെയ്ൻ പേഴ്സണൽ ഡീറ്റെയിൽസ് സച്ച് ആസ് സ്റ്റുഡന്റ് ലൈക്ക് നെയിം, അഡ്രസ്, കോൺടാക്ട് ഡീറ്റെയിൽസ്. നോക്കി, കേസ് സ്റ്റഡി ഓഫ് സിനാരിയോ, സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ, അത് ഫാക്ട് ടേബിളും ഡയമെൻഷൻ ടേബിളും ആയിട്ട് തിരിച്ചു വെച്ചിരിക്കുന്നത് കണ്ടോ. ഫാക്ട് ടേബിൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ ടേബിളിലെയും ഐ ഡി പ്രൈമറി കീ കൊണ്ട് വെച്ചിരിക്കുക എന്ന് പറയുക. സ്റ്റുഡന്റ് ഐ ഡി, കോഴ്സ് ഐ ഡി, പ്രോഗ്രാം ഐ ഡി, ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ, ഫീസ് ഐ ഡി. ഓക്കെ അല്ലേ? പിന്നെ ഡയമെൻഷൻ ടേബിൾ എന്തായിരിക്കും? സ്റ്റുഡന്റ് ഡീറ്റെയിൽസ്, കോഴ്സ് ഡീറ്റെയിൽസ്, പ്രോഗ്രാം ഡീറ്റെയിൽസ്, ഫീ ഡീറ്റെയിൽസ്, ഡേറ്റ്. ഇങ്ങനെയായിരിക്കും ഇത് പരസ്പരം കണക്ട് ചെയ്ത് കിടക്കുന്നത്. അപ്പം അവിടെ നമുക്ക് there are two basic models which are used in dimensional modeling, that is star model and snowflake model. അത് രണ്ട് മോഡൽ വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. സ്റ്റാർ സ്കീമയുടെ ഫിഗർ കാണുമ്പോൾ അറിയാം, ഒരു സ്റ്റാർ ഷേപ്പിലായിരിക്കും അത് വ്യൂ ചെയ്തിരിക്കുന്നത്, ഒരു സ്റ്റാർ ഷേപ്പിൽ. കണ്ടില്ലേ? എന്നിട്ട് ഫാക്ട് ടേബിൾ നടക്കുന്നുണ്ടോ? ഫാക്ട് ടേബിൾ എല്ലാ ടേബിളുമായിട്ട് കണക്റ്റഡ് ആണല്ലോ. അതായത് ഡയമെൻഷൻ ടേബിൾ പല ഡയമെൻഷൻ കൊടുത്തിരിക്കുക. ഈ ഡയമെൻഷൻ ടേബിളിൽ എല്ലാം പ്രൈമറി കീ ആയിരിക്കും ഈ ഫാക്ട് ടേബിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് സ്റ്റാർ സ്കീം എന്താണെന്ന് നോക്കാം. ഇറ്റ് റെപ്രസെന്റ്സ് എ മൾട്ടി ഡയമെൻഷണൽ മോഡൽ. അത് കാണുമ്പോൾ നമുക്കറിയാലോ അതൊരു മൾട്ടി ഡയമെൻഷണൽ മോഡലാണ്. കാണുമ്പോഴേ നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. പല പല ഡയമെൻഷനിലോട്ട് പോയിക്കോ സ്റ്റാർ ഷേപ്പിൽ. ഇൻ ദിസ് മോഡൽ ഡാറ്റ ഈസ് ഓർഗനൈസ്ഡ് ഇൻടു ഫാക്ട്സ് ആൻഡ് ഡയമെൻഷൻ. ആ ഒരു മോഡലിൽ ഡാറ്റയെ ഫാക്റ്റും ഡയമെൻഷനുമായിട്ട് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. It has one broad central table, that is fact table, and a set of smaller tables, that is dimensions, arranged in star design around a primary table. Okay അല്ലേ? അതായത് സെൻട്രലിനകത്തൊരു ഫാക്ട് ടേബിൾ ഉണ്ട്, അതിന് ചുറ്റും ഒരു കുറെ ഡയമെൻഷൻ ടേബിൾസും ഉണ്ട്. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റാർ സ്കീമ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുണ്ട്. ഡേറ്റ ഈസ് ഇൻ ഡീനോർമലൈസ്ഡ് ഡാറ്റാബേസ്. അതായത് ഡേറ്റ ഡീനോർമലൈസ്ഡ് ഡാറ്റാബേസിലായിരിക്കും ഇരിക്കുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് ക്വിക്ക് ക്വറി റെസ്പോൺസ്. ഇതിന് ക്വറി റെസ്പോൺസ് ക്വിക്ക് ആയിട്ട് നടക്കും. സ്റ്റാർ സ്കീമ ഇസ് ഫ്ലെക്സിബിൾ, ക്യാൻ ബി ചേഞ്ച്ഡ് ഓർ ആഡഡ് ഈസിലി. നമുക്ക് സ്റ്റാർ സ്കീമ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ ആഡ് ചെയ്യാനോ നമുക്ക് എഡിറ്റ് ചെയ്യാനോ ഒക്കെ പറ്റും. ഇറ്റ് റെഡ്യൂസസ് ദി കോംപ്ലക്സിറ്റി ഓഫ് മെറ്റഡാറ്റ ഫോർ ഡെവലപ്പേഴ്സ് ആൻഡ് എൻഡ് യൂസേഴ്സ്. അതായത് ഡെവലപ്പറുകൾക്കോ എൻഡ് യൂസറുകളായ നമുക്കോ ഒക്കെ മെറ്റഡാറ്റയുടെ ആ ഒരു കോംപ്ലക്സിറ്റി കുറയ്ക്കാൻ പറ്റും. അപ്പൊ അത്രയാണ് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. ഇനി അതിന്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻസ് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ്? അതായത് ഏതൊരു കാര്യം എടുത്താലും അതിന് അഡ്വാൻറ്റേജസും ലിമിറ്റേഷനും ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ? ഏതൊരു കാര്യം എടുത്താലും. അപ്പം ഇവിടെ അഡ്വാൻറ്റേജസ് വന്ന് ക്വറി പെർഫോമൻസ് കൂടുതലായിരിക്കും, ലോഡ് പെർഫോമൻസ് കൂടുതലായിരിക്കും, റെഫ്രഷ് ഇന്റഗ്രിറ്റിയും കൂടുതലായിരിക്കും. അപ്പൊ നമുക്ക് അതെന്താന്ന് നോക്കാം. എന്താണ്
query performance. Query എന്ന് മീൻസ് ക്വസ്റ്റ്യൻസ് ആണെന്ന് അറിയാം അല്ലെ, ബിക്കോസ് സ്റ്റാർ സ്കീമ ഡാറ്റാബേസ് ഹാവ് എ സ്മോളർ നമ്പർ ഓഫ് ടേബിൾസ് ആൻഡ് ക്ലിയർ ജോയിനിങ് പാത്ത്. queries run faster they do against OLTP systems. അതായത് OLTP സിസ്റ്റത്തിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഇത് വർക്ക് ചെയ്യും. OLTP മീൻസ് ഓൺലൈൻ ട്രാൻസാക്ഷൻ പ്രോസസ്സിംഗ് സിസ്റ്റം ആണ് OLTP. അതിനേക്കാളും ഫാസ്റ്റ് ആയിട്ട് ഏത് സ്റ്റാർ സ്കീമ വർക്ക് ചെയ്യുമെന്ന്. അതായത് ഇതിനകത്ത് കുറച്ച് നമ്പർ ഓഫ് ടേബിൾസും കണക്ഷൻസും ഉള്ളൂ. അങ്ങനെയാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് കുറെ എല്ലാം ആക്സസ് ചെയ്തെടുക്കാൻ പറ്റത്തില്ലേ. പിന്നെ സ്റ്റാർ സ്കീമ ലാർജ് ജോയിൻ queries that involves multiple tables can take only seconds or minutes. ലാർജ് query വന്നാലോ അല്ല ജോയിനിങ് ഉണ്ടെങ്കിൽ നമുക്ക് മിനിറ്റ്സുകൾക്കകം എന്താണ് queries ഒക്കെ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പറയുന്നത്. പിന്നെ ഇത് ഡയമെൻഷൻസ് ആർ ലിങ്ക്ഡ് ഓൺലി ത്രൂ എ സെൻട്രൽ ഫാക്ട് ടേബിൾ. When two dimension tables are used in a query, only one join path intersecting the fact table existing between those two tables. This design features enforces accurate and consistent query result. അതായത് ഇപ്പൊ രണ്ട് ഈ ഡയമെൻഷൻ ടേബിളും എല്ലാം ലിങ്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ടേബിളിൽ നിന്നും ഡേറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ ഫാക്ട് ടേബിൾ യൂസ് ചെയ്ത് ഫോറിൻ കീ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പൊ query പെർഫോമൻസ് ഹൈ ആയിരിക്കും മനസ്സിലാക്കുക. പിന്നെ ലോഡ് പെർഫോമൻസും അഡ്മിനിസ്ട്രേഷനും നല്ല രീതിയിലായിരിക്കും ഇവിടെ വർക്ക് ചെയ്യുന്നത്. അതായത് സ്ട്രക്ചറൽ സിംപ്ലിസിറ്റി ഓൾസോ റെഡ്യൂസസ് ദി ടൈം റിക്വയർഡ് ടു ലോഡ് ലാർജ് ബാച്ചസ് ഓഫ് ഡേറ്റ ഇൻ ടു എ സ്റ്റാർ സ്കീമ ഡാറ്റാബേസ്. അപ്പം ലാർജ് ഡേറ്റ ആണെങ്കിലും ടൈം കുറച്ചുകൊണ്ട് ലോഡ് പെർഫോമൻസ് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. യു ക്യാൻ ആഡ് ന്യൂ ഫാക്ട്സ് റെഗുലർലി ആൻഡ് സെലക്റ്റീവ്ലി ബൈ അപ്പൻഡ് റെക്കോർഡ്സ് ടു എ ഫാക്ട് ടേബിൾ. ഒരു ഫാക്ട് ടേബിളിലോട്ട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അപ്പൻഡ് ചെയ്യാൻ പറ്റും, അതായത് ആഡ് ചെയ്യാൻ അങ്ങനെയൊന്നും പ്രശ്നമില്ല. പിന്നെ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി മീൻസ് ആക്യുറസി ആണെന്നറിയാമല്ലോ, അല്ലെ കൺസിസ്റ്റൻസി അല്ലെ കംപ്ലീറ്റ്നെസ് ഓഫ് ഡേറ്റ ആയിരിക്കും ഇന്റഗ്രിറ്റി. അത് നിലനിർത്താൻ പറ്റും. അതായത് സ്റ്റാർ സ്കീമ ഹാസ് റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി built in when data is loaded. Referential integrity, each record in the dimension table has a unique primary key. All keys in the fact tables and legitimate foreign key drawn to the dimension table. അതായത് ഈ ഫോറിൻ കീയും പ്രൈമറി കീ എല്ലാം തമ്മിലൊരു കണക്ഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് ഡേറ്റയുടെ ഇന്റഗ്രിറ്റി, അതായത് കൺസിസ്റ്റൻസി ഓർ കംപ്ലീറ്റ്നെസ് നമുക്ക് നിലനിർത്താൻ പറ്റും. അതാണ് അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ക്വറി പെർഫോമൻസ് ആയിരിക്കും, ലോഡ് പെർഫോമൻസും കൂടുതലായിരിക്കും, റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഈസിലി അണ്ടർസ്റ്റുഡ്, നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളത്. അങ്ങനെ 4 പോയിന്റ്സ് പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് ലിമിറ്റേഷൻസ്, അതിന് എന്തൊക്കെ കുറവുകൾ വരാം. ഡിക്രീസ്ഡ് ഡാറ്റ ഇന്റഗ്രിറ്റി, നമ്മളിവിടെ മുമ്പ് പറഞ്ഞു ബിൽറ്റ് ഇൻ റെഫറൻഷ്യൽ ഇന്റഗ്രിറ്റി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷെ ഉടനെ തന്നെ പറയുകയാണ് ഡിക്രീസ്ഡ് ഡാറ്റ ഇന്റഗ്രിറ്റി. അതായത് ബിക്കോസ് ഓഫ് ഡീനോർമലൈസ്ഡ് ഡാറ്റ സ്ട്രക്ചർ സ്റ്റാർ സ്കീമ ഡു നോട്ട് എൻഫോഴ്സസ് ഡാറ്റ ഇന്റഗ്രിറ്റി ആസ് വെൽ. അത് ഇതിന് നോർമലൈസ്ഡ് ഫോമിലല്ല സ്റ്റാർ സ്കീമയിൽ കിടക്കുന്ന ഡാറ്റ. നോർമലൈസ്ഡ് എന്ന് പറഞ്ഞാൽ റിഡൻഡൻസി കുറച്ചുകൊണ്ട് നോർമൽ ഫോം, നമ്മൾ ഈ ചെറിയ മറ്റേ SQL ഒക്കെ പഠിച്ച 1 നോർമൽ ഫോം, 2 നോർമൽ ഫോം, ബോയ്സി കോട്ടഡ് നോർമൽ ഫോം എന്നൊക്കെ പറഞ്ഞ് BC ഒക്കെ പഠിച്ചിട്ടില്ലേ. അപ്പം അങ്ങനെ നോർമൽ ഫോമിലല്ല, നോർമൽ ഫോമിലല്ലാത്ത ഡാറ്റ ആയതുകൊണ്ട് ഇന്റഗ്രിറ്റി കുറവായിരിക്കും എന്ന് ലിമിറ്റേഷനകത്ത് പറയുന്നുണ്ട്. പിന്നെ കോംപ്ലക്സ് ക്വറീസ് ഹാൻഡിൽ ചെയ്യാനുള്ള സ്പേസ് കാണത്തില്ല. സെക്കൻഡ് പോയിന്റ് പറയുന്നത് ലെസ് കേപ്പബിൾ ഓഫ് ഹാൻഡിലിംഗ് ഡൈവേഴ്സ് ആൻഡ് കോംപ്ലക്സ് ക്വറീസ്. തേർഡ് പറയുന്നത് നോ മെനി ടു മെനി റിലേഷൻഷിപ്പ് because they offer simple dimension schema. Star schema does not work well many to many relationship. അതായത് മെനി ടു മെനി, അതുപോലെ മെനി ടു മെനി റിലേഷൻഷിപ്പ് ഇവിടെ വർക്ക് ചെയ്യത്തില്ല. നോ മെനി ടു മെനി റിലേഷൻഷിപ്പ്, അതായത് റിലേഷൻഷിപ്പ് സെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ ഒന്നിൽ നിന്നും പലതിലോട്ടുള്ള മെനി ടു മെനി റിലേഷൻഷിപ്പ് അവിടെ വർക്ക് ചെയ്യുന്നില്ലെന്നും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിമിറ്റേഷൻസും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. എക്സാമ്പിൾസ് ഓഫ് സ്റ്റാർ സ്കീമ, ആ ഫിഗർ ഒന്ന് ജസ്റ്റ് നോക്കിക്കേ നിങ്ങള്. എക്സാമ്പിൾസ് ഓഫ് സ്റ്റാർ സ്കീമ ഫിഗറിലോട്ട് നോക്കിക്കേ, ഉണ്ടോ? ആ ഫിഗർ നോക്കി നമുക്ക് ഈസി ആയിട്ട് ടൈം ടേബിൾ എന്ന് പറയുന്നത് സെയിൽസ് ടൈം ടേബിൾ ഹാസ് എ കോളം ഫോർ ഈച്ച് ഡേ മന്ത്. ഫാക്ട് ടേബിൾ എക്സാമ്പിൾ ഒന്നുകൂടെ ശ്രദ്ധിക്കട്ടെ. സപ്പോസ് എ സ്റ്റാർ സ്കീമ ഇസ് കമ്പോസ്ഡ് ഓഫ് എ ഫാക്ട് ടേബിൾ. ഫിഗർ ടേബിൾ ഒരു ഫാക്ട് ടേബിൾ കാണിക്കുന്നുണ്ട്, സെയിൽസ് ആൻഡ് സെവറൽ ഡയമെൻഷൻ ടേബിൾസ്, ടൈം, ബ്രാഞ്ച്, ഐറ്റം ആൻഡ് ജിയോഗ്രാഫിക് ലൊക്കേഷൻ. അപ്പൊ നമ്മുടെ ഫാക്ട് ടേബിൾ കണ്ടോ, സെയിൽസ് എന്ന് പറയുന്നതാണ് ഫാക്ട് ടേബിൾ. അവിടെ എല്ലാ ബാക്കിയുള്ളതെല്ലാം ഡയമെൻഷൻ ടേബിൾ, അതായത് ടൈം, ഐറ്റം, ബ്രാഞ്ച്, ലൊക്കേഷൻ, ഇതെല്ലാം നമ്മുടെ ഡയമെൻഷൻ ടേബിൾ ആണ്.
ഈ ഡയമെൻഷൻ ടേബിളിലുള്ള എല്ലാ കീസും, ദാറ്റ് ഈസ് എല്ലാ പ്രൈമറി കീസും ഫാക്ട് ടേബിൾ വന്നിട്ടില്ലേ നോക്കിയേ. ഇങ്ങനെയായിരിക്കും സ്റ്റാർ സ്കീമ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ടൈം ടേബിൾ ഹാസ് എ കോളം ഫോർ ഈച്ച് ഡേ, മന്ത്, ക്വാർട്ടർ ആൻഡ് ഇയർ. ദി ഐറ്റം ടേബിൾ കോളം ഹാസ് ഐറ്റം കീ, ഐറ്റം നെയിം, ബ്രാൻഡ് ടൈപ്പ്, സപ്ലൈ ടൈപ്പ്. ബ്രാഞ്ചിനകത്ത് ബ്രാഞ്ച് കീ, ബ്രാഞ്ച് നെയിം, ബ്രാഞ്ച് ടൈപ്പ്. ദെൻ ലൊക്കേഷനകത്ത് എന്താ ലൊക്കേഷൻ കീ, സ്ട്രീറ്റ്, സിറ്റി, സ്റ്റേറ്റ് ഓർ പ്രൊവിൻസ്, കൺട്രി. അപ്പൊ ഇതെല്ലാം ഏതുമായിട്ട് കണക്റ്റഡ് ആണ്? ഫാക്ട് ടേബിളുമായിട്ട് കണക്റ്റഡ് ആണെന്നാണ്, അതാണ് സ്റ്റാർ സ്കീമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്, ഫിഗർ നോക്കിയാണ്. നെക്സ്റ്റ് നമുക്ക് സ്നോഫ്ലേക്ക് സ്കീമയിലോട്ട് പോവാം. സ്നോഫ്ലേക്ക് സ്കീം എന്ന് പറഞ്ഞാല് അതർ മോഡലിംഗ് ടെക്നിക്കാണ്. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇത് ടേം ഫ്ലേക്സ് ആസ് ചോക്ലേറ്റ് ഫ്ലെയിംസ് ഓൺ എ പേസ്ട്രി ആൻഡ് ഐസ്ക്രീം. അല്ലെ, നമ്മൾ ഈ പേസ്ട്രി അല്ലെ ഐസ്ക്രീമിലൊക്കെ ചോക്ലേറ്റ് ഫ്ലേക്ക് കൊണ്ടുവയ്ക്കുമ്പം അതിന് ടേസ്റ്റ് ഒന്നുകൂടെ കൂടുതലേ ഉള്ളൂ എന്ന് പറയുന്നത് പോലെ these flakes add additional taste to the chocolate. Similarly, snowflake schema is the extension of star schema, which add more dimensions to more meaning to the logical view of a database. അതായത് സ്റ്റാർ സ്കീമയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ്. അതിനകത്ത് നമ്മൾ കൂടുതൽ ഡയമെൻഷൻസ് ആഡ് ചെയ്യുവാണ്, എന്നാൽ മീനിങ് ഫുൾ ആയിട്ട് ഒരു ലോജിക്കൽ വ്യൂവിൽ. കാര്യം മനസ്സിലാകുന്നുണ്ടല്ലോ. ദീസ് അഡീഷണൽ ടേബിൾസ് ആർ മോർ നോർമലൈസ്ഡ് ദാൻ സ്റ്റാർ സ്കീമ. അപ്പൊ ഈ ടേബിളുകളെല്ലാം നോർമലൈസ്ഡ് ആയിരിക്കും. Then the arrangement of data in the centralized fact table relates to the multiple related dimension table. Centralized ഒരു fact table കാണും, അത് multiple relational related dimension ടേബിളിലോട്ടായിരിക്കും ഡേറ്റ എല്ലാം പോയിരിക്കും. നമ്മൾ മുമ്പ് സ്റ്റാറിനെ കണ്ടതുപോലെ തന്നെ. This can be become more complex if the dimensions and more detailed in a multiple levels. അതായത് ഇത് ഇച്ചിരി കൂടെ സ്റ്റാർ സ്കീമയെക്കാളും ഡയമെൻഷൻസ് ഇച്ചിരി കൂടെ കോംപ്ലക്സ് ആയിരിക്കും. അതായത് ഇൻ ദി കൺസെപ്ച്വൽ ഹൈറാർക്കി ചൈൽഡ് ടേബിൾ ഹാസ് മൾട്ടിപ്പിൾ പേരന്റ് ടേബിൾ. അതായത് ചൈൽഡ് ടേബിളിന് ഒന്നിൽ കൂടുതൽ പേരന്റ് ടേബിൾ വന്നാൽ എങ്ങനെ ഇരിക്കും, ആ രീതിയിൽ ഇച്ചിരി കോംപ്ലക്സിറ്റി കൂട്ടിയായിരിക്കും സ്നോഫ്ലേക്ക് സ്കീമ പറയുന്നത്. Snowflake schema is a data warehouse, is a logical arrangement of tables in a multi-dimensional database, such as ER diagram reassembles a snowflake shape. അതായത് സ്നോഫ്ലേക്ക് സ്കീമ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലോജിക്കൽ അറേഞ്ച്മെന്റ് ഓഫ് ടേബിൾസ് ഇൻ എ മൾട്ടി ഡയമെൻഷണൽ ഡാറ്റാബേസ്. അതായത് ഒന്നിൽ കൂടുതൽ ഡാറ്റാബേസുകളുള്ള ഒരിടത്ത് ഒരുപാട് ടേബിളുകൾ എങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പൊ നമ്മൾ ഓർക്കും, അവിടെ നമുക്ക് ER ഡയഗ്രം ഓർത്താൽ മതി. എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രം എന്ന് പറഞ്ഞ് നമ്മള് BCA ഒക്കെ പഠിച്ചിട്ടില്ലേ? പ്രൊജക്ട് ഒക്കെ ചെയ്തപ്പോൾ ER ഡയഗ്രം ഒക്കെ വരച്ച് കാണുമല്ലോ അല്ലെ? ഒരു എൻറ്റിറ്റി, ആ എൻറ്റിറ്റിയിലോട്ട് കയറി അവിടെ പല ആട്രിബ്യൂട്ടുകൾ കാണും, അത് വേറൊരുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞ് നമ്മളിങ്ങനെ DFT വരയ്ക്കുന്നേക്കാളും ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ER ഡയഗ്രം വരയ്ക്കാന്. അതായത് അങ്ങനെ ആ ഒരു അതിനെ പോലെ റീഅസംബിൾ ചെയ്യുന്ന പോലെ ആയിരിക്കും സ്നോഫ്ലേക്ക് സ്കീമ വരുന്നതെന്ന്, സ്നോഫ്ലേക്കിന് ഷേപ്പ് വരുന്നത്. അതായത് സ്നോഫ്ലേക്ക് സ്കീമ ഇസ് ആൻ എക്സ്റ്റൻഷൻ ഓഫ് സ്റ്റാർ സ്കീമ. ഇറ്റ് ആഡ്സ് അഡീഷണൽ ഡയമെൻഷൻ. അതായത് കൂടുതൽ ഡയമെൻഷൻസ് അതിനകത്തുണ്ടെന്ന് മനസ്സിലാക്കുക. എക്സാമ്പിൾ, അതായത് ഫീച്ചേഴ്സ് പറയുന്ന ഇറ്റ് ഹാസ് നോർമലൈസ് ടേബിൾസ്, ഓക്യുപൈ ലെസ് ഡിസ്ക്, it requires more lookup time and many tables are interconnected and extending dimension. അതാണ് അതിന്റെ ഫീച്ചേഴ്സ് പറയുന്നത്. അതായത് നോർമലൈസ് ടേബിൾസ് ആയിരിക്കും, അതിന് കുറച്ച് സ്പേസ് മതി, പിന്നെ എന്തായിരിക്കും ലുക്കപ്പ് ടൈം കൂടുതൽ വേണം. അതായത് ഒന്നിൽ കൂടെ ടേബിൾസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതിനാൽ ലുക്കപ്പ് ടൈം ആവശ്യമാണ്. അതായത് രണ്ട് ടേബിൾ തമ്മിൽ കണക്ട് ചെയ്ത് വേണ്ട പറയാൻ. അപ്പൊ ലുക്കപ്പ് ടേബിൾ നമ്മൾ ലുക്കപ്പ് ലുക്കപ്പ് എന്നൊക്കെ പറഞ്ഞ് എക്സിൽ പഠിച്ചിട്ടില്ലേ? എക്സൽ ഫംഗ്ഷൻസ് ഒക്കെ പഠിക്കുമ്പോൾ ഇന്നത് കറക്റ്റ് ആണോ, അതേ ഫംഗ്ഷൻസ് റിലേറ്റ് ചെയ്ത് ടേബിളിൽ നിന്ന് ഡാറ്റ എടുക്കുക. അപ്പൊ അവന് ഇവിടെ ലുക്കപ്പ് ടൈം ആവശ്യമാണ്. അത് ഒന്നിക്കുള്ള ടേബിൾസുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട്. ഇനി നമുക്ക് ആ ഫിഗർ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചേ. സ്നോഫ്ലേക്ക് സ്കീമയുടെ ഫിഗർ, സെയിൽസ് ഐറ്റം എന്ന് പറയുന്ന ഒരു ഫാക്ട് ടേബിൾ ഉണ്ട്, ഉണ്ടോ? ഫിഗർ നോക്കിയാൽ മതി. എക്സാമ്പിൾ വായിച്ചില്ലെങ്കിലും ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. സെയിൽസ് ഐറ്റംസ് എന്ന് പറയുന്ന ഒരു ഫാക്ട് ടേബിൾ ഉണ്ട്. അവിടെ പ്രൊഡക്റ്റ് ID, കസ്റ്റമർ ID, ഡേറ്റ്, സ്റ്റോർ ID, ക്വാണ്ടിറ്റി സോൾഡ്, എമൗണ്ട് സോൾഡ്, അതുമായിട്ട് പ്രോഡക്റ്റും ടൈമും ഡയമെൻഷൻ ടേബിൾ കണക്റ്റഡ് ആണ്.
പിന്നെ ആ ഫാക്ട് ടേബിളുമായിട്ട് കസ്റ്റമറും ലൊക്കേഷനും കണക്റ്റഡ് ആണ്. പക്ഷെ ആ കസ്റ്റമർ പിന്നെയും കസ്റ്റമർ ടൈപ്പിലോട്ടും പോകുന്നുണ്ട്, ലൊക്കേഷൻ പിന്നെ ടെറിട്ടറിയിലോട്ടും പോകുന്നത്, ഡയമെൻഷൻസിന് പിന്നെയും കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ആണ് കൊടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ഏത് സ്നോഫ്ലൈക്ക് സ്കീം പറയുന്നത്. നമുക്ക് വേണം എക്സാമ്പിൾ ഒന്ന് വായിച്ചേക്കാം. Study of customers, sales, product, location wise, quantity sold, number of items are calculated. ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളിൽ തന്നെ ഇവിടെ പറയുന്നുള്ളത്. നമുക്കൊന്നുകൂടെ ടേബിളിലോട്ട് തന്നെ നോക്കി പറയാം. ഒരു സെയിൽ ഐറ്റം എന്ന് പറയുന്ന ഒരു ഫാക്ട് ടേബിൾ ഉണ്ട്. ആ ഫാക്ട് ടേബിള് പ്രോഡക്റ്റ്, ഡേറ്റ്, കസ്റ്റമർ, ലൊക്കേഷൻ എന്ന് പറയുന്ന ഡയമെൻഷൻ ടേബിളുമായിട്ട് കണക്റ്റഡ് ആണ്. പക്ഷെ കസ്റ്റമർ തന്നെ വേറൊരു കസ്റ്റമർ ടൈപ്പിലോട്ട് പോകുന്നുണ്ട്. അതായത് അവിടെ കോംപ്ലക്സ് ആയിട്ട് വേറൊരു ഡയമെൻഷൻ ടേബിളോട്ട് വന്നിരിക്കുക. അത് ലൊക്കേഷൻ എന്ന് പറയുമ്പോൾ അത് ടെറിട്ടറി ആണോ, അങ്ങനെ ഒരു ഫീൽഡിലോട്ട് പോകുന്നുണ്ട്. അതായത് ഒന്നിൽ നിന്നുകൊണ്ട് അടുത്തതിലോട്ടോ അല്ലെങ്കിൽ കോംപ്ലക്സ് സ്ട്രക്ചേഴ്സ് ഡിറൈവ് ചെയ്ത് വരികയാണ്. എന്നാൽ ഇത് ഏതാണ്, സ്റ്റാർ സ്കീമയുടെ ഒരു എക്സ്റ്റൻഷൻ ആണ്. ആ ഫിഗർ മനസ്സിലാക്കി വെക്കുക. അഡ്വാൻറ്റേജ് പറഞ്ഞ ഡിസ്ക് സ്പേസ് കുറച്ച് മതി. സെക്കൻഡ് പറയുന്നത് ഡേറ്റ ഇന്റഗ്രിറ്റി ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈസിയാണ്, ബെറ്റർ സ്റ്റാർ സ്കീമേക്കാളും ബെറ്റർ ആണെന്നും പറയുന്നുണ്ട്. ലിമിറ്റേഷൻസ് ഇതുപോലെ തന്നെ നമുക്ക് കോംപ്ലക്സ് ഡാറ്റ സ്കീമുകളാണ്. അതായത് കോംപ്ലക്സിറ്റി റിസർച്ച് മോർ കോംപ്ലിക്കേറ്റഡ് സോഴ്സ് കൊറി ജോയിൻ, അത് കൊറി ജനറേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ സ്ലോവർ അറ്റ് പ്രോസസിങ് ക്യൂബ് ഡാറ്റ. ക്യൂബ് ഡാറ്റ എന്ന് പറയുന്നത് സോർട്ടിങ്, ഹാഷിങ്, ഗ്രൂപ്പിംഗ് ഒക്കെ ഇല്ലേ. സോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് എന്താ, അറേഞ്ച്മെന്റ് ഓഫ് ഡാറ്റ. ഹാഷിങ്, ഗ്രൂപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതൊക്കെ എന്തായിരിക്കും ഇവിടെ പ്രോസസ്സിങ് സ്ലോവർ ആയിരിക്കും. സ്ലോവർ അറ്റ് പ്രോസസ്സിങ് ക്യൂബ് ഡാറ്റ എന്ന് പറഞ്ഞില്ലേ. ക്യൂബ് ഡാറ്റ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സോർട്ടിങ് അൽഗോരിതം, ഹാഷിങ് അൽഗോരിതം, ഗ്രൂപ്പിംഗ് അൽഗോരിതം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടില്ലേ OSനകത്ത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരിക്കും ഇവിടെ കുറവായിരിക്കും. പിന്നെ ഇന്റഗ്രിറ്റി ലെവലും കുറവായിരിക്കും എന്നാ പറയുന്നത്. അതായത് നോർമലൈസ്ഡ് ഫോമിലാണെങ്കിലും അപ്ഡേറ്റ്, ഇൻസേർട്ട് കമാൻഡുകൾ കൊടുക്കുന്നത് കൊണ്ട്, അതായത് അങ്ങനെയുള്ള അപ്ഡേറ്റ്, ഇൻസേർട്ട്, അതായത് കുറച്ച് നമുക്ക് അപ്ഡേറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യണം, അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഡാറ്റ ഇന്റഗ്രിറ്റി കുറവായിരിക്കും. അങ്ങനെ 3 പോയിന്റ്സ് പറയുന്നുണ്ട്. ഇനി സ്റ്റാർ സ്കീമയും സ്നോഫ്ലേക്ക് സ്കീമയും ഡിഫറൻസ് ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ റീഡ് ദം. നെക്സ്റ്റ് അഗ്രിഗേറ്റ് ടേബിൾസ്. എന്താണ് അഗ്രിഗേറ്റ് ടേബിൾസ്? നമ്മൾ മുമ്പേ പറഞ്ഞ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? പ്രോസസ് ഓഫ് കമ്പൈനിങ് മൾട്ടിപ്പിൾ റോസ് ഓഫ് ഡേറ്റ ഇൻടു എ സിംഗിൾ റോ. ഒന്ന് ഓർത്ത് നോക്കിയേ, പല ഡേറ്റയെ നമ്മൾ ഒറ്റ റോയിലോട്ട് കൊണ്ടുവരിക, പല റോയിൽ കിടക്കുന്ന ഡേറ്റയെ ഒറ്റ റോയിലോട്ട് കൊണ്ടുവരുന്നതാണ് നമ്മൾ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അതായത് റോ ഡേറ്റയെ നമ്മൾ അനലൈസ് ചെയ്യുക, സ്റ്റാറ്റിസ്റ്റിക്കലി അനലൈസ് ചെയ്യുകയാണ് ഏതെങ്കിലും ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്, മിനിമൈസോ ആവറേജോ അങ്ങനെയുള്ള ഫങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട്. അപ്പം നമുക്കത് വായിക്കാം. സിൻസ് ഡേറ്റ വെയർഹൗസ്, ഡേറ്റ is stored in multi-dimensional cube. അതായത് മൾട്ടി ഡയമെൻഷനിലായിരിക്കും ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പൊ അവിടെ there are various tools available to processing the queries posted on a data warehouse engine. The tools are called BI tools. These tools helps to answer the complex queries and to take decision. Aggregate word is very similar to the aggregation of the database schemas or relation tables. Aggregate fact tables containing foreign key referring dimension tables. എന്താണ് നമുക്ക് നോക്കാം. അഗ്രിഗേഷൻ എന്താണ്? നമ്മൾ പ്രോസസിംഗ് ഓഫ് ഇങ്ങനെ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്താണ് അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ പ്രോസസിംഗ് ഓഫ് കമ്പൈനിങ് വൺ ഓർ മോർ റോസ് ഇൻടു എ സിംഗിൾ റോ. ഇതിനാണ് നമ്മൾ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അവിടെ നമുക്ക് എന്തൊക്കെയാണ് അഗ്രിഗേഷൻ ടേബിൾ എന്തൊക്കെയാന്ന് വെച്ചാൽ ദിസ് ഇസ് ഓൾസോ കോൾഡ് സമ്മറി ടേബിൾ. ഒരു സമ്മറി ടേബിൾ എന്ന് പറയാൻ പറ്റും. ഇറ്റ് കണ്ടെയ്ൻസ് പ്രീ കമ്പ്യൂട്ടഡ് ക്വറീസ് ഓഫ് ഡാറ്റ വെയർഹൗസ് സ്കീമ, റെഡ്യൂസസ് ദി ഡയമെൻഷനാലിറ്റി ഓഫ് ബേസ് ഫാക്ട് ടേബിൾ. ഫാക്ട് ടേബിളിന്റെ ഡയമെൻഷനാലിറ്റി പിന്നെയും കുറയ്ക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു റെസ്പോണ്ട് ദി ക്വറീസ് ഓഫ് ഡയമെൻഷൻ സോ ദാറ്റ് സേവ്ഡ്. അതായത് ക്വറിയോട് റെസ്പോണ്ട് ചെയ്യാൻ അഗ്രിഗേറ്റ് ടേബിൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ അഗ്രിഗേറ്റ് ടേബിളിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്. പിന്നെ ചോദിക്കുന്നത് നീഡ് ഫോർ അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ. എന്തിനാണ് ഈ അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്? എന്തിനാണ് അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്? അതായത് aggregate tables also refer to pre-computed tables having partially summarized data. അതായത് നമുക്ക് എപ്പോഴും അഗ്രിഗേറ്റ് ടേബിൾ എന്ന് പറയുന്ന പ്രീ കമ്പ്യൂട്ടഡ് ടേബിൾസ് ആയിരിക്കും. അതേ ഡേറ്റയെ പാർഷ്യലി സമ്മറൈസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പൊ സിംപിളി
ഇറ്റ് ഈസ് അബൌട്ട് എ സ്പീഡ് ഓർ ക്വിക്ക് റെസ്പോൺസ് ടു ക്വറീസ്. അതായത് നമുക്ക് സ്പീഡ് ഓർ റെസ്പോൺസിനെ കുറിച്ചുള്ള ക്വറി ആയിരിക്കും കൊടുക്കുന്നത്. ദിസ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ആൻ ഇന്റർമീഡിയറ്റ് ടേബിൾ വിച്ച് സ്റ്റോർസ് റിസൾട്ട്സ് ഓഫ് ക്വറീസ് ഇൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിസ്കസ് സ്പേസ്. ഇറ്റ് യൂസസ് അഗ്രിഗേറ്റ് ഫംഗ്ഷനാലിറ്റി. അതായത് പാർഷ്യലി സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കും കിടക്കുന്നത്. അപ്പൊ നമുക്ക് സ്പീഡിലായിട്ട് ക്വറികളൊക്കെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസ് യൂസ് ചെയ്യണം. ഓക്കെ അല്ലേ? പിന്നെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് a company ABC Corporation Limited which takes orders online. So dimension tables could contain customer product order data. In fact table maintains order places, say fact orders. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഇറ്റ് ഓക്യുപ്പൈസ് ലെസ് സ്പേസ് ദാൻ ഓട്ടോമാറ്റിക് ഫാക്ട് ടേബിൾ. ഫാക്ട് ടേബിളിനെ കുറിച്ച് കുറച്ച് സ്പേസ് മതി, ജനറൽ ക്വറി പ്രോസസ് ചെയ്യാൻ ഹാഫ് ടേബിൾ ആണെങ്കിലും മതി, ഹാഫ് ടൈം മതി. പിന്നെ ഉള്ളത് ഇറ്റ് അഡ്ജസ്റ്റ് ഗ്രാനുലാരിറ്റി ഓഫ് ഡയമെൻഷൻ. അതായത് ഈ അഗ്രിഗേറ്റ് ടേബിൾസ് ഡയമെൻഷന്റെ ഗ്രാനുലാരിറ്റി അഡ്ജസ്റ്റ് ചെയ്ത്, അതായത് ഡയമെൻഷന്റെ സൈസ് എത്രമാത്രം സൈസ് ഉണ്ട് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാനുലാരിറ്റി ഓഫ് എ ഡയമെൻഷൻ ഇസ് ചേഞ്ച്ഡ്. ഫാക്ട് ടേബിൾ മസ്റ്റ് പാർഷ്യലി സമ്മറൈസ്ഡ് ടു മാച്ച് ദി കറന്റ് ഗ്രെയിൻ ഓഫ് ദി ഡയമെൻഷൻ. പിന്നെ റോൾ അപ്പ് എല്ലാ ഓപ്പറേഷൻസ് ഫാക്ട് ടേബിൾ ജനറേറ്റ് അഗ്രിഗേറ്റ് ടേബിൾസ്. ഇങ്ങനെയൊക്കെ വെച്ചാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നാ പറയുന്നത്. അതായത് എന്താ പറയുന്നത്, ഓട്ടോമാറ്റിക് ഫാക്ട് ടേബിളിനെക്കാളും കുറച്ച് സ്പേസ് മതി അഗ്രിഗേറ്റ് ടേബിൾസിന്. ജനറൽ ആയിട്ടുള്ള കുറേയൊക്കെ പ്രോസസ് ചെയ്യാൻ ഹാഫ് ടൈം മതി. പിന്നെ ഗ്രാനുലാരിറ്റി ഓഫ് ഡയമെൻഷൻ ഇത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, സൈസിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തായിരിക്കും, അഗ്രിഗേറ്റ് ടേബിള് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി റോളപ്പ് ലാപ്പ് ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ നടത്തുന്നുണ്ട്. ആർ ലാപ്പ്, എം ലാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇനി പഠിക്കാനുണ്ട്. അങ്ങനെ അല്ല ഫങ്ഷൻസ് അവിടെ നടത്തുന്നുണ്ടെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾസ് ആൻഡ് ഡയമെൻഷൻ ടേബിൾ. അതായത് aggregate facts are produced by calculating measures from one or more atomic fact tables. These tables contain computational SQL aggregate functions, average, min, max, count, etc. എന്ന് പറഞ്ഞാല് അഗ്രിഗേറ്റ് ടേബിൾ എന്ന് പറഞ്ഞാല് അല്ല അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ എന്ന് പറഞ്ഞാല് എ ടേബിൾ കണ്ടെയ്നിങ് പ്രീ കാൽക്കുലേറ്റഡ് അഗ്രിഗേറ്റ്സ് ഡിറൈവ്ഡ് ഫ്രം ദി ബേസ് ഫാക്ട് ടേബിൾ. ബേസ് ഫാക്ട് ടേബിളിൽ നിന്ന് നമ്മളൊരു ടേബിളിനെ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുകയാണ്. അതായത് അറ്റോമിക് ഫാക്ട് ടേബിളുകളിൽ നിന്ന് മെഷർമെന്റ്സ് ഒക്കെ എടുത്താണ് നമ്മൾ അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അറ്റോമിക് ആയിട്ടുള്ള ഫാക്ട് ടേബിളിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞാല് ക്വറി പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനാണ് നമ്മൾ ഇങ്ങനെയുള്ള അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു 3-4 പോയിന്റ്സ് പറയാനുണ്ട്. അതായത് കൺഫേംഡ് ഡയമെൻഷൻ, ഡിറൈവ്ഡ് ടേബിൾസ്, കൺസോളിഡേറ്റഡ് ഫാക്ടർ ടേബിൾസ്. നിങ്ങൾ ആ ഫിഗർ ആദ്യമേ നോക്കിയേ. ഫിഗർ 6 അഗ്രിഗേറ്റ് ടേബിൾ ആൻഡ് ഡിറൈവ്ഡ് ടേബിൾസ്. അഗ്രിഗേറ്റ് ടേബിൾ എന്ന് പറയുന്നത് കണ്ടോ, അഗ്രിഗേറ്റ് ഫാക്ട് ടേബിള്, ഡിറൈവ്ഡ് ടേബിള്, ഫാക്ട് ടേബിള്. ഇപ്പൊ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് കണ്ടോ. അതായത് ഫാക്ട് ടേബിളിനകത്ത് എപ്പോഴും എന്തായിരിക്കും, സപ്ലയറുടെ ഡീറ്റെയിൽസ്, സപ്ലയറുടെ ഐ ഡി, പ്രൊഡക്റ്റ് ഐ ഡി, സ്റ്റോർ ഐ ഡി, ടൈം കീ. ഡിറൈവ്ഡ് ടേബിൾ നമുക്കറിയാം ബാക്കിയുള്ള ഫീൽഡുകൾ ആട്രിബ്യൂട്ട്സുകൾ എല്ലാം വരും. അഗ്രിഗേറ്റിനകത്താണേലോ പ്രോഡക്റ്റ് ഐ ഡി, കാറ്റഗറി, സപ്ലയർ, ടൈം, പ്രോഡക്റ്റ് ടൈപ്പ്, പ്രോഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, പ്രോഡക്റ്റ് സ്റ്റാർട്ട് ഡേറ്റ്, ക്വാണ്ടിറ്റി, ഇതെല്ലാം കാണും. അതായത് കൺഫേംഡ് ടേബിൾ ആയിരിക്കും ഏത്, അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ എന്ന് പറഞ്ഞാല്. കൺഫേംഡ് ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എ കൺഫേംഡ് ഡയമെൻഷൻ ഇസ് ദി ഡയമെൻഷൻ ദാറ്റ് ഇസ് ഷെയർഡ് അക്രോസ് മൾട്ടിപ്പിൾ ഡേറ്റ മാർട്ട് ഓർ സബ്ജക്ട് ഡേറ്റ. അതായത് മൾട്ടിപ്പിൾ ഡേറ്റയിൽ ഷെയർ ചെയ്യുന്ന കൺഫേംഡ് ഡയമെൻഷൻസ് ആയിരിക്കും. ആൻഡ് ഓർഗനൈസേഷൻ മേ യൂസ് ദി സെയിം ഡയമെൻഷൻ ടേബിൾ അക്രോസ് ഡിഫറെന്റ് പ്രോജക്ട്സ് വിത്തൗട്ട് മേക്കിംഗ് എനി ചേഞ്ചസ് ഇൻ ദി ഡയമെൻഷൻ ടേബിൾ. ഡിറൈവ്ഡ് ടേബിൾസ് ഉണ്ട്. ഡിറൈവ്ഡ് ടേബിൾസ് ആർ യൂസ്ഡ് ടു ക്രിയേറ്റ് എ സെക്കൻഡ് ലെവൽ ഡാറ്റ മാർട്ട് ഫോർ ക്രോസ് ഫങ്ഷണൽ അനലൈസിസ്. ക്രോസ് ഫങ്ഷണൽ അനലൈസിസിന് വേണ്ടി സെക്കൻഡ് ലെവൽ മാർട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഡിറൈവ്ഡ് ടേബിൾസ് യൂസ് ചെയ്യാം. പിന്നെ കൺസോളിഡേറ്റഡ് ഫാക്ട് ടേബിൾ എന്ന് പറയുന്നത് സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് ഇൻ ദി ഫാക്ട് ടേബിൾ വിച്ച് ഡേറ്റ ഫ്രം ഡിഫറെന്റ് ഫാക്ട് ടേബിൾസ് യൂസ്ഡ് ഫോം എ സ്കീമ വിത്ത് എ കോമൺ ഗെയിൻ. അങ്ങനെ 3 ടേബിളുകൾ അവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ നമുക്കൊരു റീറ്റെയിൽ സെയിലർക്ക് അല്ലെ ഒരു ചില്ലറ വിൽപ്പനക്കാർക്ക് പ്രോഡക്റ്റും കാറ്റഗറിയും സ്റ്റോർ ലൊക്കേഷനും അനുസരിച്ച് പ്രതിമാസം വിൽക്കുന്ന ഒരു സമ്മറി നൽകുന്നതിന്
മൊത്തത്തിലുള്ള അഗ്രിഗേറ്റ് ടേബിൾ നമുക്ക് യൂസ് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പം സപ്ലയറും പ്രോഡക്റ്റും ഒക്കെ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് അതിൽ നിന്നുകൊണ്ടൊരു അഗ്രിഗേറ്റ് ടേബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു റീറ്റെയിലർക്ക് അതിന്റെ പ്രോഡക്റ്റും കാറ്റഗറിയും സ്റ്റോർ ലൊക്കേഷനും ഒക്കെ അനുസരിച്ച്, അതായത് ഏതൊക്കെ പ്രോഡക്റ്റ് ഉണ്ട്, അത് ഏത് കാറ്റഗറിയാണ്, അതിന്റെ സ്റ്റോർ ലൊക്കേഷൻ എങ്ങനെയാണ്, ഒരു മാസം എത്ര മാസം വിറ്റു, എത്ര രൂപയായി, ഇതിനെല്ലാം സമ്മറി നൽകുന്നതിന് മൊത്തത്തെയായിട്ട് നമുക്കൊരു അഗ്രിഗേറ്റ് ടേബിളിലോട്ട് കൊണ്ടുപോയി ഇതിനെ രണ്ടിനെ കൂടെ കാണിക്കാമെന്നാണ് ഈ പറയുന്നത്, അഗ്രിഗേറ്റ് ഫാക്ട് ടേബിൾ പറയുന്നത്. The derived tables are very useful in terms of putting fewer loads on data warehouse engine for calculation. അപ്പം അഗ്രിഗേറ്റ് ടേബിൾസും ഡിറൈവ്ഡ് ടേബിൾസും എങ്ങനെയാണെന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ഫാക്ട് ടേബിളും ഡിറൈവ്ഡിലുള്ള ഡേറ്റ എല്ലാം കൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒറ്റ ടേബിളിലായിട്ട് ഒരു കാണിക്കാൻ പറ്റുന്ന നമ്മൾ അഗ്രിഗേഷനിലുള്ള, അതായത് അത് ഒത്ര ഓർത്താൽ മതി, പല റോയിലെ നമ്മൾ ഒറ്റ റോ ആക്കുന്നത്. ഫിഗർ കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടല്ലോ. നെക്സ്റ്റ് ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ. അടുത്ത ഈ 3 സ്കീമേ ഉള്ളൂ ഇതിനകത്ത് പഠിക്കാൻ. ഇതുകൊണ്ട് 3.9 കൊണ്ട് നമ്മുടെ ചാപ്റ്റർ കവർ ചെയ്യാൻ നമുക്ക് അതോടെ പഠിച്ചു നിർത്താം. ദർ ഇസ് അനദർ സ്കീമ ഫോർ റെപ്രസെന്റിംഗ് മൾട്ടി ഡയമെൻഷണൽ മോഡൽ. മൾട്ടി ഡയമെൻഷണൽ ഡാറ്റ വെയർഹൗസ് മോഡലിലെ വേറൊന്നുമാണ്. ദിസ് ടൈം ഫാക്ട് കോൺസ്റ്റലേഷൻ ഇസ് ലൈക്ക് എ ഗാലക്സി ഓഫ് യൂണിവേഴ്സ് കണ്ടെയ്നിങ് സെവറൽ സ്റ്റാർസ്. അതായത് നമ്മൾക്കിപ്പം നമ്മൾ നക്ഷത്രം ആകാശത്തോട്ട് നോക്കിയാൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ മിന്നി നിൽക്കുന്നത് പോലെ നമുക്ക് തോന്നും എന്ന് പറയുന്ന പോലെയാണ് ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ പറയുന്നത്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് ഫാക്ട് സ്കീമ ഹാവിംഗ് 1 or more ഡയമെൻഷൻ ടേബിൾസ് ഇൻ എ കോമൺ ഷോ. ഫിഗർ കാണിക്കുന്നുണ്ട്, നോക്കി നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കി. ഫിഗറിനകത്ത് കളർ പ്രിന്റ് ആണ് നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്നെങ്കിൽ, അല്ലെ സിസ്റ്റത്തിലാണ് വ്യൂ ചെയ്യുന്നെങ്കിൽ, ആ പിങ്ക് കളറിൽ കാണിക്കുന്നത്, നമുക്ക് പിങ്ക് കളർ ഇപ്പം എന്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ് ദർ ആർ 2 ഫാക്ട് ടേബിൾസ് ആൻഡ് 2 ഡയമെൻഷൻ ടേബിൾസ് ഇൻ എ പിങ്ക് ബോക്സസ് ആർ ദി കോമൺ ഡയമെൻഷൻ ടേബിൾസ് കണക്ടിങ് വിത്ത് സ്റ്റാർ സ്കീം. അതായത് ആ ഫാക്ട് ടേബിൾ 2 എണ്ണം ഇല്ലേ, ആ ഫാക്ട് ടേബിൾ 2 എണ്ണം ഡയമെൻഷൻ ടേബിൾ ആയിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ഇല്ലേ. അതായത് 2 ഫാക്ട് ടേബിൾസ് ആൻഡ് 2 ഡയമെൻഷൻ ടേബിൾസ് ഇൻ ദി പിങ്ക് ബോക്സസ്, അത് 4 പിങ്ക് ബോക്സിലാണ്. അത്രയാണ് കോമൺ ഡയമെൻഷൻ ടേബിൾസ് കണക്റ്റഡ് ടു ദി. അപ്പം ഇത് ഈ 4ഉം, അതായത് 2 ഫാക്ട് ടേബിളും 2 ഡയമെൻഷൻ ടേബിളും ബാക്കിയുള്ള ഡയമെൻഷൻ ടേബിളുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ എന്ന് പറയുന്നത്. അതായത് ഈ ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ എന്ന് പറയുന്നത് സ്നോസ്പ്ലേക്ക് സ്കീമയെ വെച്ച് നോക്കുമ്പോഴത്തേനും സ്നോസ്പ്ലേക്ക് സ്കീമ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും ഒക്കെ ഈസി ആയിരിക്കും. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് ആയിരിക്കും. നമുക്ക് ഫിഗർ കാണുമ്പോൾ തന്നെ അറിയാം, കോംപ്ലക്സ് ആയിരിക്കും അനലൈസ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. ഒത്തിരി ടേബിൾസും ജോയിൻസും ഒക്കെ വരുന്നില്ലേ നോക്കിയേ ഇല്ലേ. അത് ഫിഗർ 7ന്റെ ഇച്ചിരി കൂടെ ഇലാബറേറ്റ് ചെയ്ത ഒരു ഇതാണ് ഫിഗർ 7 അടുത്ത പേജ് കാണിക്കുന്നത്. ഫാക്ട് കോൺസ്റ്റലേഷൻ ഓഫ് സ്റ്റുഡന്റ് പ്ലേസ്മെന്റ് റെക്കോർഡ്സ്. നോക്കി ആ ഫിഗർ ഒന്ന് നോക്കി നമ്മള്. അതായത് പ്ലേസ്മെന്റിനകത്ത് സ്റ്റുഡന്റ് റോള്, കമ്പനി റോള്, TPO എന്തായിരിക്കും? TPO ID ട്രെയിനിങ് ആൻഡ് പ്ലേസ്മെന്റ് ഓഫീസർ ആയിരിക്കും TPO ID. പിന്നെ നീഡ് ടു കാൽക്കുലേറ്റ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എലിജിബിൾ ആൻഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് പ്ലേസ്ഡ്. അതാണ് ഏത് പ്ലേസ്മെന്റ് കാണേണ്ടത്. ഇനി വർക്ക്ഷോപ്പിലോ സ്റ്റുഡന്റ് ID, ഇൻസ്റ്റിറ്റ്യൂട്ട് ID, TPO ID നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഫാക്ട്സ് അബൌട്ട് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സെലക്ടഡ് or number of students attend the workshop. ആ വർക്ക്ഷോപ്പിൽ എത്ര പേര് അറ്റൻഡ് ചെയ്തു അല്ലെങ്കിൽ സെലക്ട് ചെയ്തു എന്നുള്ളതാണ് വർക്ക്ഷോപ്പിൽ കാണുന്നത്. There are 2 fact tables, namely placement and workshop. 2 fact table ആണ് കാണിക്കുന്നത്, പ്ലേസ്മെന്റും വർക്ക്ഷോപ്പും. which is part of 2 different star schemas having dimension tables. ഇതിനെല്ലാം ഡയമെൻഷൻ ടേബിൾസ് ഉണ്ടല്ലോ. കമ്പനി, അവിടെ സ്റ്റുഡന്റ്, ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കമ്പനി, സ്റ്റുഡന്റ്, പിന്നെ ഏത് വരും? ആൻഡ് TPO ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്റ്റാർ സ്കീമ with the fact that placement and dimension tables, training institute, student and TPO and star schema with the fact table, workshop. അപ്പൊ ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്തെടുക്കാം. നമുക്ക് കാണുമ്പോൾ അറിയാം ഇതൊരു കോംപ്ലക്സ് സ്ട്രക്ചർ ആണ് കാണിക്കുന്നത് അല്ലെ. ബോത്ത് സ്റ്റാർ സ്കീമ ഹാവ് 2 ഡയമെൻഷൻ ടേബിൾസ് കോമൺ ആൻഡ് ഹെൻസ് ഫോർമിങ് എ ഫാക്ട് കോൺസ്റ്റലേഷൻ ഓർ ഗാലക്സി സ്കീമ. പക്ഷെ ഇതെന്ന് പറഞ്ഞൊരു നമ്മള് നക്ഷത്രങ്ങള് ആകാശത്ത് മിന്നി തിളങ്ങുന്നത് പോലെ അങ്ങ് പരന്ന് കിടക്കുവാണ് എല്ലാം, പക്ഷെ എല്ലാം കണക്റ്റഡ് ആണ്. സ്റ്റാർ സ്കീമ നമുക്ക് അങ്ങനെയല്ല, സ്നോഫ്ലേക്ക് സ്കീമ അങ്ങനെയല്ല. ഒരു ഫാക്ട് ടേബിൾ കാണും. ഇപ്പൊ സ്നോഫ്ലേക്കിലാണ് ഒരു ഫാക്ട് ടേബിൾ കാണും, അതുമായിട്ട് ഒരു ഡയമെൻഷൻ ടേബിൾ കാണും. ആ ഡയമെൻഷൻ ടേബിൾ വേറെ ഡയമെൻഷൻ ടേബിളുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അങ്ങനെയല്ല. ഇവിടെ നോക്കി 2 ഫാക്ട് ടേബിള്,
രണ്ട് ഫാക്ട് ടേബിൾ പല ഡയമെൻഷൻ ടേബിളുമായിട്ടല്ലേ കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കമ്പനി, വർക്ക്ഷോപ്പ്, TPO, ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, സ്റ്റുഡന്റ്, ഇതെല്ലാം ആയിട്ട് ഏതായിരിക്കും പ്ലേസ്മെന്റും വർക്ക്ഷോപ്പും കൂടെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ വ്യത്യാസം. അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് ഫാക്ട് ടേബിൾസ് ആൻഡ് എക്സ്പ്ലിസിറ്റി അസൈൻഡ് ടു ദി ഡയമെൻഷൻസ് പ്രൊവൈഡ്സ് എ ഫ്ലെക്സിബിൾ സ്കീമ ഫോർ ഇംപ്ലിമെന്റേഷൻ. അതായത് ഡിഫറെന്റ് ഫാക്ട് ടേബിൾസും ഡയമെൻഷൻ വ്യക്തമായി നൽകിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അഡ്വാൻറ്റേജ് പറയാം. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സിറ്റി ഓഫ് സ്കീമ ഇൻവോൾവ് ബിക്കോസ് ഓഫ് സെവറൽ അഗ്രിഗേഷൻ കാരണം സ്കീമയുടെ ഭയങ്കര കോംപ്ലക്സിറ്റി ആണ്. അതായത് ഫാക്ട് കോൺസ്റ്റലേഷൻ സൊല്യൂഷൻ ഇസ് ഹാർഡ് ടു മെയിൻറ്റെയിൻ സപ്പോർട്ട്. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഭയങ്കര ഡിഫിക്കൽട്ട് ആണെന്ന് ആണ് പറഞ്ഞത്. അപ്പൊ അത്രയാണ് ഏതില് ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീം. ഈ മൂന്ന് സ്കീമയും പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരിക്കും. ക്വസ്റ്റ്യൻ ഞാൻ പറയാം. മോഡലിംഗ് ടെക്നിക്സ്, മൾട്ടി ഡയമെൻഷണൽ മോഡലിംഗ് ടെക്നിക്സിന്റെ ഡേറ്റ വെയർഹൗസ് ഡേറ്റാബേസ് എന്ന് ചോദിച്ചാൽ ഡേറ്റ വെയർഹൗസിലെ മോഡലിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 3 ടൈപ്പ് ആണെന്ന് പറയുക. സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ ആൻഡ് ഫാക്ട് കോൺസ്റ്റലേഷൻ സ്കീമ. അപ്പൊ അത് 3 ഫിഗറും വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ ഫിഗർ വരയ്ക്കാൻ എളുപ്പമാണല്ലോ. ഫിഗർ വെച്ചതിന് ശേഷം ആ ഫിഗറിൽ നോക്കിക്കൊണ്ടു എക്സ്പ്ലനേഷൻ എഴുതി വെച്ചാൽ മതി. എല്ലാത്തിനെ കുറിച്ച് ഓരോ സെന്റൻസും പഠിച്ചു വെച്ചാൽ മതി. ഈസി ആയിട്ട് നമുക്കിത് മൂവ് ചെയ്യാൻ പറ്റും. അതിനിടയ്ക്ക് ഒരു അഗ്രിഗേഷൻ ടേബിളിന്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. അത് അതിന്റെ കൂടെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. എന്താണ് സ്റ്റാർ സ്കീമ, സ്നോഫ്ലേക്ക് സ്കീമ ആൻഡ് ഫാക്ട് കോൺസ്റ്റലേറ്റർ സ്കീമ എന്നുള്ളത് നോക്കുക. അപ്പൊ ഫാക്ട് കോൺസ്റ്റലേഷൻ ആണെന്ന് തന്നെ ഓർക്കാം. പലതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഐഡന്റിഫൈ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ക്ലൗഡ് കൺസെപ്റ്റിലോട്ട് പോകുന്നതായിരിക്കും യൂസറിനെ സംബന്ധിച്ച് എളുപ്പം തോന്നുന്നല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക.